ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് 4 കാര്യങ്ങൾ. ആ 4 കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യത്തിന് മറുപടി പറയാതെ ഒരു സൃഷ്ടിക്കും അവന്റെ കാലിനെ മുൻപോട്ടോ പിമ്പോട്ടോ ചലിപ്പിക്കാൻ സാധ്യമേ അല്ല. ലോകത്തിന്റെ നേതാവ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ അർബഇൻ. ഒന്ന് അൻ ഉംരിഹി ഫീമാ അഫ്നാ وعن علمه فيما فعل وعن ماله من أين اكتسبه وفيما أنفقه وعن جسمه فيما أبلاه أو كما قال نبينا وشفيعنا رسول الله صلى الله عليه وسلم. അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഓ യുവ സമൂഹമേ കേട്ടുകൊള്ളുക. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തരുന്നു, ഒരു 4 ചോദ്യത്തിന്റെ മറുപടി അവനും നൽകാതെ പാടില്ലെന്ന് ചലനം കാലിനും. നിനക്കുള്ള വയസ്സ് നീ എന്തിനായി നശിപ്പിച്ചടോ, പഠിച്ചിട്ട് അതുകൊണ്ടെന്തമൽ നീ ചെയ്തടോ. ധനമെങ്ങനാ നീ അന്ന് സമ്പാദിച്ചതും, അത് ഏത് മാർഗമിലാണ് ചെലവ് നീ ചെയ്തതും. കൂടാതെ നിന്റെ ആരോഗ്യവും നീ എന്തിനായി നശിപ്പിച്ചു എന്നും പറയടോ നീ വ്യക്തമായി. 4 ചോദ്യത്തിന്റെ മറുപടി പറയാതെ ഒരു മനുഷ്യനും അവന്റെ കാൽപാദങ്ങൾ മുമ്പോട്ടോ പിമ്പോട്ടോ ചലിപ്പിക്കാൻ സാധ്യമേയല്ല. അതിൽ ഒന്ന്, നിനക്കുള്ള വയസ്സ് നീ എന്തിനായി നശിപ്പിച്ചടോ. രാജസയ്യിദായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ആയുസ് തന്നില്ലേ? ആ ആയുസ് നാം എന്തിനു വേണ്ടി ചെലവഴിച്ചു? നമ്മളിവിടെ 10 വർഷം അല്ലെങ്കിൽ 20 വർഷം അല്ലെങ്കിൽ 30 വർഷം 40 വർഷം അല്ലെങ്കിൽ 50 വർഷം നമ്മളിവിടെ ജീവിച്ചു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഓരോ വ്യക്തിയോടും വിളിച്ചിട്ട് അല്ലാഹു ചോദിക്കുന്നു, ഓ മനുഷ്യാ, നിനക്ക് ഞാൻ തന്ന ഈ ആയുസ് നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു? ഞാനും നിങ്ങളും ഒന്ന് വിലയിരുത്തണം. ഈ എലത്തൂരിൽ ഒരുമിച്ച് കൂടിയ യുവാക്കളും അതുപോലെ യുവതികളും എന്റെ മുന്നിൽ തടിച്ചുകൂടിയ ജനസമൂഹം ഒന്ന് ആലോചിക്കുക. നമ്മളോട് രാജസയ്യിദായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുകയാണ്, നിന്റെ ആയുസ് നീ എന്തിന് ചെലവഴിച്ചടോ? എന്താ മറുപടി പറയും ഞാൻ നിങ്ങളും? 50 വയസ്സ് വരെ ഞാനിവിടെ ജീവിച്ചു, അല്ലെങ്കിൽ 60 വയസ്സ് വരെ ഞാനിവിടെ ജീവിച്ചു. ഈ വയസ്സ്, ഈ കാലയളവിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് ഓശാരമായി നൽകിയതാണ് ഈ ആയുസ്. ഞാൻ എന്ത് ചെയ്തു? സുബ്ഹാനല്ലാഹ്. ഇതിനു മറുപടി പറയാതെ നാളെ കാല് ചലിപ്പിക്കാൻ, മുമ്പോട്ടോ പിമ്പോട്ടോ മനുഷ്യ നമ്മുടെ കാല് ചലിപ്പിക്കാൻ സാധ്യമല്ല. ഞാനും നിങ്ങളും ഒന്ന് വിലയിരുത്തണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ആയുസ് തന്നില്ലേ? ഇത്രയും വയസ്സ് നമുക്ക് തന്നില്ലേ? നമ്മുടെ കഴിവ് കൊണ്ടാണോ? നമ്മുടെ പൂർവികരുടെ കഴിവ് കൊണ്ടാണോ? അല്ല സഹോദര, അല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ദുനിയാവിലേക്ക് പടച്ച തമ്പുരാൻ പറഞ്ഞു വിട്ടത് ഒരു പരീക്ഷണമാർത്ഥമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ പരീക്ഷിക്കുകയാണ്. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ. അല്ലാഹു ചോദിക്കുകയാണ്, വെറുതെ നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ ഭാവിക്കുകയാണോ? വെറുതെയാണ് ദുനിയാവിലേക്ക് നിങ്ങളെ ഞാൻ വിട്ടത് എന്ന് നിങ്ങൾ ഭാവിക്കുകയാണോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. പരിശുദ്ധ ഖുർആനിൽ അമറൽ ജലീലു വസ്വജൽ, എന്നിലേക്ക് നിങ്ങളെ മടക്കപ്പെടുകയില്ലെന്നും നിങ്ങൾ ഭാവിച്ചു പോയോ? നിങ്ങൾ മരിച്ചു വരികയില്ലെന്ന് നിങ്ങൾ കരുതുകയാണോ? എന്റെ മുമ്പിൽ വരേണ്ടുന്നവരാണ്, എന്റെ മുമ്പിൽ വന്ന് നിൽക്കേണ്ടുന്നവരാണ്. നിങ്ങൾ ഓരോന്നിനും മറുപടി പറഞ്ഞേ മതിയാവൂ.
ഈ ചെറ്റത്തെ ഷാജഹാൻ മൗലവി അല്ലാഹുവിന്റെ മുമ്പിൽ പടച്ച തമ്പുരാന്റെ ആ സന്നിധിയിൽ നിന്നിട്ട് എന്നോട് അല്ല ചോദിക്കപ്പെടും. അതുപോലെ നിങ്ങളോട് ഓരോരുത്തരോടും അല്ല ചോദിക്കപ്പെടും. നിനക്ക് ഞാൻ ആയുസ് നിന്നില്ലടോ, നിനക്ക് ഞാൻ വയസ്സ് 50 വയസ്സ് വരെ അല്ലെങ്കിൽ 60 വയസ്സ് വരെ നിനക്ക് ജീവിക്കാനുള്ള അവകാശം ഞാൻ തന്നില്ലേ? നീ ഏത് രീതിയിലാണ് നിന്റെ ആയുസിനെ വിനിയോഗിച്ചത്? ഈ ഭൂമിയിലൂടെ നീ അഹങ്കാരത്തോടുകൂടി നടന്നു, നീതിക്കാരിയായി നടന്നു. ഈ മണ്ണിന്റെ അടിയില് അതേ നീ പെട്ടുപോകേണ്ടുന്നവനാണെന്ന കാര്യം നീ മറന്നുപോയോ? എന്റെ യുവാക്കളും യുവതികളും എന്റെ സഹോദരന്മാരെ, നമ്മൾ വളരെ നല്ല രീതിയിൽ വിലയിരുത്തണം. വയസ്സായിട്ട് വടിയുമിടിച്ച് ഇബാദത്ത് ചെയ്യാൻ പറ്റാത്ത കാലം വരുമ്പോഴ്, മക്കളെല്ലാം വെറുക്കപ്പെടുന്ന കാലഘട്ടം വരുമ്പോഴ് അപ്പോഴിരുന്ന് മൂലയിലിരുന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല, അപ്പോഴ് പള്ളിയിൽ വന്നിട്ട് ഖേദിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ചിന്തിച്ചോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിനക്ക് തന്നിരിക്കുന്ന ഈ സമയം നിന്റെ യൗവനത്തെ സംബന്ധിച്ച്, നിന്റെ ആയുസ്സിനെ സംബന്ധിച്ച്, നിന്റെ ഓരോ ഘട്ടങ്ങളെ സംബന്ധിച്ചും രാജസയ്യിദായ ഉടമസ്ഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദ്യം ചെയ്യപ്പെടുന്നു. സഹോദരന്മാരെ, മൊബൈൽ ഫോണിന്റെ പിന്നാലെയും ടെലിവിഷന്റെ പിന്നാലെയും അതുപോലെ ഇന്റർനെറ്റിന്റെ പിന്നാലെയും പാഞ്ഞു പോകുന്ന സഹോദരന്മാരെ, ഇന്റർനെറ്റ് കഫേയുടെ മുന്നിൽ ഇരുന്നിട്ട് അതേ അശ്ലീല ചിത്രങ്ങൾ തിരയുന്ന യുവാക്കളെ, യുവതികളെ ശ്രദ്ധിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദ്യം ചെയ്യപ്പെടും. നിന്റെ സമയം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു? നിന്റെ ആയുസ് നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു? ഇന്ന് പത്രമാധ്യമങ്ങൾ പരിശോധിച്ചാൽ എവിടെ നമ്മൾ നോക്കിയാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടെലിഫോണും എടുത്തിട്ട്, ഒരു മൊബൈൽ ഫോണും എടുത്തിട്ട് യുവാക്കളും യുവതികളും തമ്മിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹറാമാക്കിയതാണ്, പടച്ച തമ്പുരാൻ നിഷിദ്ധമാക്കിയതാണ്. ഒരു ലൈസൻസുമില്ല. സുബ്ഹാനല്ലാഹ്, മണിക്കൂറുകളോളം ഇങ്ങനെ സംസാരമാണ്. ഉറക്കമില്ല, ഊണില്ല. ഇതേ രീതിയിൽ ഇവന്റെ ആയുസിനെ ഇതാ ഇവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഫലിതമന്യവളോട് പറയുന്നെങ്കിലേ ഒരു വാക്കിനായിരം കൊല്ലമാ നരകത്തിലേ. ഓ യുവാക്കളെ, മൊബൈൽ ഫോണിലൂടെ നീ നിന്റെ കാമുകിമാരോട് നീ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തേ നീ പ്രവാചകന്റെ വചനം നീ ശ്രദ്ധിച്ചില്ല? അള്ളാന്റെ ഹബീബ് പറഞ്ഞതെന്താ? ഒരു ഫലിതമന്യവളോട് പറയുന്നെങ്കിലേ ഒരു വാക്കിനായിരം കൊല്ലമാ നരകത്തിലേ. ഒരു വാക്കുറഞ്ഞ പെണ്ണിനോട് പറഞ്ഞാൽ മതി, ആ ഒരു വാക്കിന് പകരം 1000 കൊല്ലം നരകത്തിൽ കടക്കണം കേട്ടോ. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് മറന്നു പോകണ്ട. ടെലിവിഷന്റെ മുമ്പിലിരുന്നിട്ട് മാതാപിതാക്കളും മക്കളും പ്രായം പോലും തികയാത്ത മക്കളും ഇരുന്നിട്ട് അതാ ടെലിവിഷന്റെ അതാ ആ കണക്ഷൻ ഓരോന്നോരോന്ന് മാറ്റിയിട്ട് അതാ ഇന്റർനെറ്റിലൂടെയും മറ്റുമൊക്കെ ഓരോ ചിത്രങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഹോളിവുഡ് താരങ്ങൾ നൂൽബന്ധം പോലും ഇല്ലാത്ത രീതിയിലുള്ള അവരുടെ അശ്ലീലതകൾ കാണുമ്പോൾ, കണ്ട് രസിക്കുമ്പോൾ, അത് മാതാപിതാക്കളും മക്കളുമൊത്താകുമ്പോൾ, എന്റെ സഹോദരാ, ഈ സമയങ്ങളെ കുറിച്ച് അല്ല ചോദിക്കില്ലേ? പടച്ച തമ്പുരാന്റെ മുമ്പിൽ നീ സമാധാനം പറയണ്ടേ? അല്ലാഹുവിന്റെ മുമ്പില് നാളെ ചെന്ന് നിൽക്കുമ്പോൾ പടച്ച തമ്പുരാൻ ചോദിക്കുന്നതാണ്, നിന്റെ സമയം, നിന്റെ ആയുസ് നീ എന്തിനു വേണ്ടി ചിലവഴിച്ചു? ഇതിന് മറുപടി പറയണം, ഇതിന് മറുപടി പറയാൻ തയ്യാറാകണം. അതുപോലെ തന്നെ നിനക്കുള്ള വയസ്സ് നീ എന്തിനായി നശിപ്പിച്ചടോ? പഠിച്ചിട്ട് അതുകൊണ്ടെന്തമൽ നീ ചെയ്തടോ? നിനക്ക് വിവരമുണ്ടായിരുന്നല്ലോ ഇതൊന്നും പാടില്ല എന്നറിഞ്ഞുകൂടാത്തവരാരാ ഉള്ളത്? ആരാണുള്ളത് അറിഞ്ഞുകൂടാത്തത്? വ്യഭിചരിക്കൽ അത് ഹറാമാണെന്ന് അറിഞ്ഞുകൂടാത്തവരാരാണുള്ളത്? ആർക്കാടോ അറിഞ്ഞുകൂടാത്തത് വ്യഭിചരിക്കൽ ഹറാമാണെന്ന്? പലിശയ്ക്ക് കൊടുക്കൽ തെറ്റാണെന്ന് ആർക്കാ അറിഞ്ഞുകൂടാത്തത്?
അതുപോലെ തെറ്റായിരിക്കുന്ന പ്രവർത്തികൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രവാചകനിലൂടെ എന്ത് പഠിപ്പിച്ചോ അത് അറിഞ്ഞുകൂടാത്തവർ ഈ ലോകത്താരാണുള്ളത്? സുബ്ഹാനല്ലാഹ്. അല്ലാഹ് ചോദിക്കും, ഇന്നത് ഹറാമാണെന്നുള്ള ബോധം നിനക്ക് തന്നില്ലേ? ഞാന് ഇത് ഹറാമാണ് എന്നുള്ള ബോധം നിനക്ക് ഞാൻ തന്നില്ലേ? ആ അറിവ് ഞാൻ നിനക്ക് തന്നില്ലേ? പഠിച്ചിട്ട് നീ അത് കൊണ്ട് എന്തമൽ ചെയ്തടോ? നീ ഈ വിവരം നിനക്ക് കിട്ടിയിട്ട് നീ അതുകൊണ്ട് നീ അമൽ ചെയ്തു? നിന്നോട് പലിശയ്ക്ക് കൊടുക്കല്ലെന്ന് ഞാൻ പറഞ്ഞു. ഓ യുവാക്കളെ, യുവതികളെ ശ്രദ്ധിക്കുക. വ്യഭിചരിക്കല്ലെന്ന് നിന്നോട് പറഞ്ഞു, നീ വ്യഭിചാരത്തിലേക്ക് അടുത്തില്ലേ? കള്ള് കുടിക്കല്ലെന്ന് നിന്നോട് ഞാൻ പറഞ്ഞു, നീ കള്ള് കുടിക്കാൻ നീ തയ്യാറായില്ലേ? അതുപോലെ തന്നെ സഹോദരന്മാരെ, ലഹരി മരുന്ന് ഉപയോഗിക്കരുതെന്ന് നിന്നോട് പഠിപ്പിച്ചു. ഏത് രീതിയിലുള്ള ലഹരിയായിരുന്നാലും അത് ഉപയോഗിക്കൽ തെറ്റാണെന്ന് നിന്നെ പഠിപ്പിച്ചു. പക്ഷേ അത് തെറ്റാണെന്ന് നിനക്കറിയാം. എന്നിട്ടും നീ എന്ത് ചെയ്തു? ആ തെറ്റായ പ്രവൃത്തി നീ ചെയ്തില്ലേ? നിനക്ക് ഈ ഇൽമ കിട്ടിയിട്ട് എന്താ ഗുണം? നിനക്ക് ഈ അറിവുണ്ടായിട്ട് എന്താ ഗുണം? സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ, ലോകത്തിന്റെ നേതാവ്, അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖിയാമത്ത് നാളാകുമ്പോൾ എന്റെ സമുദായത്തിന്റെ മുമ്പിൽ ലഹരി പദാർത്ഥങ്ങൾ, അത് ഹലാലായ പേരുകളില്ലതാ അവരുടെ മുന്നിലെത്തും. ലോകത്തിന്റെ നേതാവ് നബിയുൽ വറാ മുസ്തഫ ത്വഹ റസൂലുള്ളാഹി, ലഹരി പദാർത്ഥങ്ങള് ഹലാലായ പേരുകൾ വെച്ചിട്ട് അവരുടെ കൈകളിലെത്തും. പാൻപരാഗ്, പാസ്, ഇങ്ങനെ പല പേര് എനിക്കറിഞ്ഞൂടാ. ഇതുപോലെ പല പേരുകളിൽ അവരുടെ മുമ്പിലെത്തും. അല്ലാഹുവിന്റെ ഹബീബ് 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്, ലഹരി മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് അതേ തന്റേതായിരിക്കുന്ന ബുദ്ധിക്ക് ഭ്രാന്തന്മാരെ പോലെ ആക്കിക്കൊണ്ടവന്നതാ അത് സുഖം കൊള്ളുന്ന, സുഖം കൊണ്ട് ആനന്ദിക്കുന്ന യുവാക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതിനെ സംബന്ധിച്ച് ഇത് തെറ്റാണെന്നുള്ള ബോധം അല്ലാഹു നിനക്ക് അറിയിച്ചു തന്നില്ലേ? ഇതിനെ സംബന്ധിച്ച് നാളെ അല്ലാഹു ചോദ്യം ചെയ്യപ്പെടും. നിനക്ക് ഞാൻ അറിയിപ്പ് തന്നു, എന്നിട്ടും നീ എന്ത് ചെയ്യാൻ തയ്യാറായില്ല? നീ അതിനെ നിരോധിക്കാൻ തയ്യാറായില്ല. അതുപോലെ പുകവലി, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് പോലും പുകവലിക്കുന്നവർക്ക് ഉണ്ടാകുന്നതല്ല എന്ന് ലോകത്തിന്റെ നേതാവ് നബിയുനാ റസൂലുള്ളാഹി. സഹോദരന്മാരെ, ഗവൺമെന്റ് ഒരു നിയമം പാസാക്കുകയാണ്, വാഹനത്തിൽ പുകവലിക്കാൻ പാടില്ല. നമ്മൾ പുകവലിക്കൂല, ഇല്ലേ? വാഹനത്തിൽ പുകവലിക്കാൻ പാടില്ല. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പുകവലിക്കാൻ പാടില്ല, നമ്മൾ വലിക്കൂല, കാരണം ഗവൺമെന്റിന്റെ നിയമമാണ്. അതുപോലെ ഫ്ലൈറ്റിൽ പുകവലിക്കാൻ പാടില്ല, ഗവൺമെന്റിന്റെ നിയമമാണ്, നമ്മൾ അനുസരിക്കും. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ്, ലോകത്തിന്റെ നേതാവ്, അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെറുക്കപ്പെട്ട ഒരു കാര്യം, അത് ചെയ്യരുത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചപ്പോൾ അതിൽ നിന്നൊന്ന് മാറാൻ നമ്മൾ തയ്യാറല്ല. ഗവൺമെന്റിന്റെ നിയമം വന്നപ്പോൾ, ഇന്ന സ്ഥലത്ത് പാടില്ല എന്നുള്ള നിയമം വന്നപ്പോൾ, നിസാരമായ അടിമകളുടെ, അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ ആ കൽപ്പന അനുസരിക്കാൻ അടിമകൾ തയ്യാറാകുന്നു, നമ്മൾ തയ്യാറാകുന്നു. അള്ളാഹുവിന്റെ നിയമം അനുസരിക്കാൻ നമ്മൾ തയ്യാറല്ല. പറയുന്ന പക്ഷം സാരമില്ലൊരു ബീഡിയാ, നോക്കുന്ന പക്ഷം ആപത്തുണ്ടൊരു കോടിയാ. നമ്മൾ നോക്കുമ്പോൾ നിസാര ഒരു ബീഡിയല്ലേ? സുബ്ഹാനല്ലാഹ്, അതിലുള്ള ആപത്തുകള് അതിൽ തന്നെ എഴുതി വെച്ചിട്ടില്ലേ? ക്യാൻസറിന് ഇത് കാരണമാണ്, ക്യാൻസർ വന്ന് പിടികൂടാൻ ഇത് കാരണമാണ്, കുടലിനത് കേടാണ്, അതേ വയറ്റിന് ഇത് കേടാണ്, നിന്റെ ശരീരത്തിന് ഇത് ഹാനികരമാണ്, ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ സുബ്ഹാനല്ലാഹ്, നീ ഇതൊന്നും നീ ചെവികൊള്ളുന്നില്ല, അതിലേക്കൊന്നും ശ്രദ്ധിക്കുന്നില്ല. പിന്നെയോ നിനക്കതുകൊണ്ടൊരു സുഖം നിനക്ക് അനുഭവിക്കണം. ദുർഗന്ധമേറ്റ് മലക്കുകൾ വെറുക്കുന്നതാ
അതുമാത്രമല്ലവരെപ്പോഴും ശപിക്കുന്നതാ. അതിന്റെ ദുർഗന്ധം അത് മലക്കുകൾ എപ്പോഴും വെറുക്കുന്നവെന്നാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ, സുബ്ഹാനല്ലാഹ്, ആ റഹ്മത്തിന്റെ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഭൂമി ലോകത്തേക്ക്. നമ്മളെ അതാ സംരക്ഷിക്കാൻ വേണ്ടി ഹാഫിളീങ്ങളാകുന്ന, കിറാമൻ കാത്തിബീങ്ങളാകുന്ന മലക്കുകളൊക്കെ നമ്മളെ ചുറ്റിലുമുണ്ട്. സഹോദരന്മാരെ, എന്റെ യുവാക്കളെ, ബീഡി ഇങ്ങനെ വലിച്ചിട്ട്, പുകയില വലിച്ചിട്ട് രസം കൊള്ളുന്ന യുവാക്കൾ ശ്രദ്ധിക്കട്ടെ, യുവതികൾ ശ്രദ്ധിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് ഇത് ഇഷ്ടപ്പെടുന്നില്ല. അതാ ഇതിന്റെ ദുർഗന്ധം ഏറ്റിട്ട് മലക്കുകൾ വെറുക്കുന്ന കാര്യമാണ്. അവരുടെ ശാപം നിന്നിൽ ഇതാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഉള്ളി തിന്നവന പള്ളിയിൽ കയറ്റരുതെന്ന ലോകത്തിന്റെ നേതാവ് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താ? അതിന്റെ ദുർഗന്ധം. അതുപോലെ പുകയിലയും അതിലൊരു ദുർഗന്ധമുണ്ട്. ആ ദുർഗന്ധം മലക്കുകൾ ഇഷ്ടപ്പെടുന്നതല്ല. അതുകൊണ്ട് തന്നെ എന്റെ സഹോദരന്മാരെ, എന്റെ യുവാക്കളെ, അത് മാറ്റിക്കോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിനക്ക് പഠിപ്പിച്ചു തന്നു, പ്രവാചകനിലൂടെ നിനക്ക് പഠിപ്പിച്ചു തന്നു. ഇത് പാടില്ല എന്ന് നിനക്ക് പഠിപ്പിച്ചു തന്നു എന്റെ യുവാക്കളെ. അതുകൊണ്ട് തന്നെ അത് മാറ്റാൻ നമ്മൾ തയ്യാറാകണം. അതന്നബിക്കൊരു കുമ്പിടാൻ മടി കാട്ടി, അതിനാലെ തന്നെ ഇബ്ലീസിനെ റബ്ബാട്ടി. നീ നിന്റെ ചുണ്ടിൽ വെച്ചിട്ട് വലിക്കുന്ന ഈ പുകയിലയുണ്ടല്ലോ, അതെങ്ങനെയാണ്? അതിന്റെ അവസ്ഥ എന്തെന്ന് നിനക്കറിയണ്ടേ? ഒന്ന് ശ്രദ്ധിക്കുക. രാജസയ്യിദായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചിട്ട് പടച്ച തമ്പുരാൻ പറഞ്ഞു ഇബ്ലീസിനോട്, ചരിത്രം നമുക്കറിയാം, ചരിത്രം വിശദീകരിക്കലല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇബ്ലീസിനോട് പറഞ്ഞു ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ. എന്റെ യുവാക്കളെ ശ്രദ്ധിക്കുക. പടച്ച തമ്പുരാൻ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു, നമ്മുടെ ഉപ്പയെ സൃഷ്ടിച്ചു. ഉപ്പയെ സൃഷ്ടിച്ചിട്ട് ആ ഉപ്പയ്ക്കൊന്ന് സുജൂദ് ചെയ്യാൻ അല്ലാഹുവിന്റെ കൽപ്പനാരോട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, ആ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഈ ഉപ്പയ്ക്ക് സുജൂദ് ചെയ്യാൻ വിസമ്മതം പ്രകടിപ്പിച്ചപ്പോൾ മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട ആദമിന് തീയാൽ സൃഷ്ടിക്കപ്പെട്ട ഈ ഞാൻ സുജൂദ് ചെയ്യുകയോ, അവന്റെ അഹങ്കാരം. രാജസയ്യിദായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, ഇറങ്ങടോ പുറത്ത്. പടച്ച തമ്പുരാൻ ഇബ്ലീസിനെ ആട്ടിപ്പായിച്ചു. അതന്നബിക്കൊരു കുമ്പിടാൻ മടി കാട്ടി, അതിനാലെ തന്നെ റബ്ബാട്ടി. റബ്ബിന്റെ ശാപം ഏറ്റ ശൈത്താൻ അന്ന് പേടിച്ച് മൂത്രമൊഴിച്ചടോ പെട്ടെന്ന്. ശൈത്താന്റെ മൂത്രം വീണ സ്ഥാനത്താണ് ബീഡി പുകയില മുളച്ചതും എന്നാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു ഇറങ്ങടോ പുറത്ത്, ഇറങ്ങടോ പുറത്തെന്ന് പറഞ്ഞിട്ട് അല്ലാഹു ആട്ടുമ്പോൾ അവൻ പെട്ടെന്ന് മൂത്രമൊഴിച്ചു പോയി. ആ ഇബ്ലീസ് മൂത്രമൊഴിച്ച സ്ഥാനത്ത് നിന്നും മുളച്ചു വന്നതാണ് ബീഡിപ്പുകയില. അത് വെച്ചിട്ടാ നമ്മുടെ ചുണ്ടുകളെ ചുരുട്ടി വെച്ചിട്ട് വലിച്ചു വിടുന്നത് സഹോദരാ. ഇബ്ലീസ് മൂത്രമൊഴിച്ചവൻ തള്ളുന്നു, നീ നിന്റെ ചുണ്ടിൽ വെച്ചതും വലിക്കുന്നു. ശൈത്താന്റെ മൂത്രം തീർന്നു പോയാലെന്ന് നീ ബീഡി കിട്ടാതോട്ടമാ പിന്നന്ന്. ശൈത്താൻ മൂത്രം ഒഴിച്ച ആ സ്ഥാനത്ത് നിന്നിട്ടാണ് ഈ ബീഡി പുകയില ഇങ്ങനെ മുളച്ചു വന്നത്. അത് വെച്ചിട്ടാണ് നമ്മുടെ യുവാക്കൾ എന്ത് ചെയ്യുന്നത്? സുബ്ഹാനല്ലാഹ്, എന്തൊരു അന്തസ്സല്ലേ സിഗരറ്റ്, ബീഡി. എന്റെ യുവാക്കളെ, ഇബ്ലീസിന്റെ മൂത്രം വീണ ആ പുകയില വെച്ചിട്ട് നീ അന്തസ് കൊള്ളുകയാണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് നീ കിട്ടാൻ ആഗ്രഹമുള്ളവനല്ലേ? അല്ലാഹു കാക്കട്ടെ. നാളെ രാജസയ്യിദ്
സയ്യിദായ ഉടമസ്ഥനായ അല്ലാഹുവിന്റെ മുമ്പിൽ നീ ചെല്ലുമ്പോൾ പടച്ച തമ്പുരാൻ നിന്നോട് ഇതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ സഹോദരാ എന്താണ് നീ മറുപടി പറയുക? നിനക്ക് ഞാൻ ഇതിനുള്ള അറിവ് തന്നു, ഇത് തെറ്റാണെന്ന് നിനക്ക് ഞാൻ പഠിപ്പിച്ചു തന്നു. ഈ പുകയില ഉപയോഗിക്കൽ തെറ്റാണെന്നുള്ള ബോധം ആർക്കാണില്ലാത്തത്? പഠിച്ചിട്ട് കാര്യമുണ്ടോ? വിവരമുണ്ടായിട്ട് കാര്യമുണ്ടോ? പക്ഷേ അനുസരിക്കാൻ തയ്യാറല്ല. ബസ് യാത്രയിൽ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കില്ല, ഗവൺമെന്റിന്റെ നിയമം. കാരണം അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരുപക്ഷെ കാശ് പോകണമെങ്കിലോ തയ്യാറല്ല. പക്ഷേ രാജസീയതായ ഉടമസ്ഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പന വന്നപ്പോൾ ആ കൽപ്പന അംഗീകരിക്കാൻ ഞാനും നിങ്ങളും തയ്യാറല്ല. നിനക്കുള്ള വയസ്സ് നീ എന്തിനായി നശിപ്പിച്ചടോ? പഠിച്ചിട്ട് അതുകൊണ്ടെന്ത് നീ അമൽ ചെയ്തടോ? ധനമെങ്ങനാ നീ അന്ന് സമ്പാദിച്ചതും അത് ഏത് മാർഗമിലാണ് ചെലവ് നീ ചെയ്തതും? നിനക്ക് ഞാൻ സമ്പത്ത് തന്നു, വിശദീകരണത്തിന്റെ ആവശ്യമില്ല. സമ്പത്ത് നിനക്ക് ഞാൻ തന്നു, നിന്റെ ആരോഗ്യം കൊണ്ട് നീ നേടിയെടുത്തതാണോ സമ്പത്ത്? അല്ല. നിന്റെ ആരോഗ്യം കൊണ്ട് നേടിയെടുത്തതാണോ? ഒരിക്കലുമല്ല. അങ്ങനെ നീ അഹങ്കരിക്കരുത് എന്റെ യുവാക്കളെ, യുവതികളെ. നമ്മുടെ കഴിവ് കൊണ്ടല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ ഓശാരമായി നമുക്ക് നൽകുന്നതാണ്. കമ്മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകമ്മിൻ മരീദിൻ നാശ ദഹ്റൻ ഇലദ്ഹരി. നമ്മൾ കാണുന്നില്ലേ സഹോദരാ, പട്ടാപ്പകല് മക്കൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ വേണ്ടി, സമ്പാദിക്കാൻ വേണ്ടി, തനിക്ക് സമ്പാദിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന യുവാക്കളെ നമ്മൾ കണ്ടിട്ടില്ലേ? കമ്മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി. ഏതൊരു രോഗവുമില്ല, ആരോഗ്യ ദൃഢഗാത്രനാണ്. നമ്മൾ കേൾക്കുന്നു വണ്ടിയെടുത്തുകൊണ്ട് അവൻ ജോലിക്ക് വേണ്ടിയിട്ട് പോയി, ഓഫീസിലേക്ക് പോയി. സുബ്ഹാനല്ലാഹ്, വേറൊരു വണ്ടി വന്നിട്ട് ഇടിച്ചിട്ട് അതാ മറിഞ്ഞു വീഴുന്നു, ലോകത്തോട് വിട പറയുന്നു. സഹോദരാ, അതുപോലെ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കാൻ വേണ്ടി രാവിലെ തന്നെ പുറപ്പെടുന്ന എത്ര യുവാക്കളാണ്. അവസാനം അതാ ശരീരം നിശ്ചലമായി അവനെ താങ്ങിയെടുത്തവന്റെ വീട്ടിലേക്ക് വൈകുന്നേരം കൊണ്ടുവരുന്ന അവസ്ഥകൾ എത്രയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ വിചാരിക്കും നമ്മുടെ കഴിവുകൊണ്ടാണെന്ന് നമ്മൾ വിചാരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ആരോഗ്യം തരാതിരുന്നാൽ, പടച്ച തമ്പുരാൻ നമുക്ക് ആഫിയത്ത് തരാതിരുന്നാൽ, തീർച്ചയായും എന്റെ യുവാക്കളെ, ഇത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണെന്ന് മറന്നു പോകണ്ട. പടച്ച തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹമാണ്. നിന്റെ ആരോഗ്യം നിനക്ക് ഞാൻ തന്നത് നീ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോനെ എന്ന് പറയുമ്പോൾ നമ്മളല്ലാഹു ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങളിലേക്ക് ഞാനും നിങ്ങളും നമ്മുടെ ശരീരങ്ങളെ വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അല്ല പറയുന്നു, മോനെ നീ വ്യഭിചാരത്തിലേക്ക് അടുക്കല്ലേ എന്ന് അല്ല പറയുന്നു. നമുക്ക് നമ്മുടെ ആരോഗ്യം വന്നപ്പോൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ആഫിയത്ത് നൽകിയപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതോ വ്യഭിചരിക്കാനുള്ള വഴിയെന്ത്, ആ പെണ്ണിനെ വശത്താക്കാനുള്ള വഴിയെന്ത്? മൊബൈലിലൂടെ ഒന്ന് സംസാരിച്ചാൽ ആ പെണ്ണിനെ എങ്ങനെ വശത്താക്കാമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹു നമുക്ക് കണ്ണിന്റെ കാഴ്ച ശക്തി തന്നു, പടച്ച തമ്പുരാൻ ഇങ്ങനെ ഓരോരോ അനുഗ്രഹങ്ങൾ തന്നു. എന്റെ യുവാക്കളെ, നമ്മൾ ആ അനുഗ്രഹങ്ങൾ നമ്മൾ വിനിയോഗിക്കുന്നതോ അല്ലാഹു ഇഷ്ടപ്പെടാത്ത രീതിയിൽ, പടച്ച തമ്പുരാൻ ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് നമ്മൾ ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ നിന്റെ ആരോഗ്യവും നീ എന്തിനായി നശിപ്പിച്ചു എന്നും പറയടോ നീ വ്യക്തമായി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ ചോദിക്കുകയാണ്, നിനക്ക് ഞാൻ ആരോഗ്യം തന്നു, നീ നല്ല യുവാവായിരുന്നല്ലോ, നിന്റെ ആ യുവത്വ പ്രായം നീ എന്തിനു വേണ്ടി ചിലവഴിച്ചു? ഗുണ്ടായുസത്തിന് വേണ്ടിയാണോ നിന്റെ ആരോഗ്യത്തെ നീ വിനിയോഗിച്ചത്? ഞാൻ നല്ല ആരോഗ്യമുള്ളവനല്ലേ, നല്ല ചെറുപ്പക്കാരനല്ലേ, എന്നെ ഒന്ന് തൊട്ട് നോക്കട്ടെ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അഹങ്കാരത്തോടുകൂടി ഇറങ്ങി നടക്കുന്ന യുവാക്കളെ, അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി നിന്റെ ആരോഗ്യത്തെ ചെലവഴിക്കാൻ നീ തയ്യാറായിട്ടുണ്ടോ? അല്ലാഹു എനിക്ക് തന്ന ഈ ആരോഗ്യം ഏത് നിമിഷവും അള്ള പിൻവലിക്കാം എന്നുള്ള ആ ഒരു ഉദ്ദേശ
ദിവസം നിനക്ക് ഇന്ന് വരെ എങ്കിലും വന്നിട്ടുണ്ടോ? ഈ ആരോഗ്യത്തോടുകൂടി നമ്മളിപ്പോ ഇവിടെ നമ്മൾ നടന്നുകൊണ്ട് വാതിലേക്കാൻ വേണ്ടി നമ്മൾ വന്നെങ്കിൽ ഇതുപോലെ നടന്ന് നമ്മുടെ വീട്ടിൽ പോകാമെന്ന് ആർക്കെങ്കിലും ഒന്ന് ഉറപ്പ് തരാൻ കഴിയുമോ? ഇല്ല സഹോദരന്മാരെ, ഇല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഔദാര്യമാണിത്. നമ്മുടെ മുന്നോറുകൾ അവരെങ്ങനെയാ അവരുടെ ആരോഗ്യത്തെ ചെലവഴിച്ചത്? അവർ ധീരന്മാരായിരുന്നു, ശക്തന്മാരായിരുന്നു. മഹാനായ അലിയൻ കറമല്ലാഹു വജ്ഹഹു, മഹാനവറുകൾ ധീരനാണ്, ശക്തനാണ്. സുബ്ഹാനല്ലാഹ്, അലി തങ്ങളുടെ ആരോഗ്യം അല്ലാഹു ഇഷ്ടപ്പെടാത്ത രീതിയിലൂടെ ഗുണ്ടായുസം കാണിക്കാൻ തിരഞ്ഞെടുത്തിട്ടില്ല. അലിയുതങ്ങൾ ചെയ്തതെന്താ? അതീവ ശക്തനാണ് അലിയുതങ്ങള്. അതേ, അള്ളാഹുവിന്റെ ദീനിനെ കുറ്റം പറഞ്ഞ, അള്ളാഹുവിന്റെ റസൂലിനെ കുറ്റം പറഞ്ഞ ആ ധിക്കാരികളുടെ മുമ്പില് മഹാനായ അലിയുതങ്ങളതാ ഒരു ദിവസം അലിയുതങ്ങള് ഒരു മല്ലനുമായിട്ട് മൽപിടുത്തം പിടിക്കുന്നു. കാരണം അവൻ ദീനിന്റെ ശത്രുവാണ്. ആ അലിയുതങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നു? ആ ഇഷ്ടപ്പെടുന്ന ലോകത്തിന്റെ ഹബീബ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറ്റം പറയുന്ന, ആ പ്രവാചകനെ ആക്ഷേപിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയോടാണ് അലി തങ്ങൾ മൽപിടുത്തം പിടിക്കുന്നത്. അലി തങ്ങൾ ആ മനുഷ്യനും കൂടെ വല്ലാത്ത രീതിയിൽ, അതിശക്തമായ രീതിയിൽ മൽപിടുത്തം. സുബ്ഹാനല്ലാഹ്, അതാ അലിയുതങ്ങളും ആ മനുഷ്യനുമായി മൽപിടുത്തം പിടിക്കുന്നതിനിടയിൽ അലിയുതങ്ങളൊന്ന് പുറകിലോട്ട് മാറുന്നു. എന്നിട്ടതാ ആ മല്ലനെ അതാ മലർത്തി അടിക്കുന്നു. എന്നിട്ട് അലിയുതങ്ങൾ അവന്റെ പുറത്ത് കയറിയിരുന്നിട്ട് ഇസ്ലാമിന്റെ വിരോധിയായ ആ മനുഷ്യന്റെ വയറ്റത്തതാ കാല് വെച്ചിട്ട് മഹാനായ അലിയുതങ്ങൾ ഒരു കൈ കൊണ്ട് തന്റേതായ കഴുത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് മഹാനായ അലിയുതങ്ങളതാ തന്റെ കയ്യിലുള്ള കത്തിയെടുത്ത് അവനെ കുത്താൻ വേണ്ടിയിട്ട് അലിയുതങ്ങൾ തന്റെ ആരോഗ്യത്തെ ആ രീതിയിൽ വിനിയോഗിക്കുമ്പോൾ ആ മല്ലൻ എന്ത് ചെയ്തു എന്നറിയോ? അള്ളാഹുവിന്റെ ഹബീബിനെ കുറ്റം പറഞ്ഞ ആധികാരിയായ മനുഷ്യൻ എന്താ ചെയ്തെന്നറിയോ? ആ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തൊരു കാർക്കിച്ചൊന്ന് തുപ്പിക്കൊടുത്തു. എന്തായാലും മരിക്കാൻ പോകുന്നു. അലി തങ്ങളുടെ പിടിയിൽ നിന്ന് എന്തായാലും രക്ഷപ്പെടാൻ പറ്റില്ല. ഇനി അവസാനത്തെ പ്രയോഗം ചെയ്യാൻ പറ്റുന്ന എന്താ? ആദ്യം തന്നെ ഒന്ന് കാർക്കിച്ചിട്ട് അങ്ങ് തുപ്പി. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ആ സന്ദർഭം നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? അവനോട് എന്തുമാത്രം പക നമുക്ക് അവനോടുണ്ടാകും, ഇല്ലേ? ഇതേപോലെ സുബ്ഹാനല്ലാഹ്, അലി തങ്ങൾക്കതാ അവനോട് വല്ലാത്ത ഈർഷ്യത തോന്നുന്നു. നമ്മളാണെങ്കിലോ ആ ഈർഷ്യതയോടുകൂടെ തന്നെ അവനെ നമ്മൾ ശക്തമായ രീതിയിൽ വീണ്ടും 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 അവനെ കുത്തിമലർത്താൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ അലി തങ്ങൾ എന്താ ചെയ്തത്? പെട്ടെന്നതാ എഴുന്നേൽക്കുന്നു, അതാ മാറി നിൽക്കുന്നു. ആ മനുഷ്യനും ചാടി എഴുന്നേറ്റ് എന്നിട്ട് ചോദിച്ചു, അല്ല അലിയുതങ്ങളെ, ജനങ്ങളെല്ലാവരും നോക്കി നിൽക്കുകയാണ്, എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നു, അല്ല എന്തേ നിങ്ങൾ ഇതേ രീതിയിൽ അവനെ വിടാനുള്ള കാരണം എന്താണ്? മഹാനായ അലിയുതങ്ങള്, ധീരനായ വീരനായ വീരനായ അലിയുതങ്ങൾ പറഞ്ഞതെന്താ? ഞാനാരെയും എനിക്കായി വധിച്ചിട്ടില്ല, ലില്ലാഹിക്കല്ലാതൊരു വധം എനിക്കില്ല. മഹാനായ അലി തങ്ങൾ പറഞ്ഞത്, ഞാൻ ശക്തനാണ്, ഞാൻ ധീരനാണ്, കഴിവുറ്റവരാണ്, പക്ഷേ എനിക്ക് വേണ്ടി ഇന്നേ വരെ ഞാൻ ആരെയും വധിച്ചിട്ടില്ല. ഞാൻ ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ ആരെങ്കിലും വധിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ്, അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ്. പിന്നെന്തേ അലിയുതങ്ങളെ ഇവനെ കൊല്ലാതെ വിട്ടത്? അലിയുതങ്ങൾ പറയുകയാണ്, അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഞാൻ കടാര ഉയർത്തി അവന്റെ നെഞ്ചിലേക്ക് കുത്തിയമർത്താൻ വേണ്ടിയിട്ട് അത് ശക്തമായിട്ട് എന്റെ ശക്തി ഉപയോഗിക്കുമ്പോൾ അവൻ എന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയില്ലേ? അപ്പോൾ എനിക്ക് അവനോട് പെട്ടെന്ന് നീരസം വന്നു.
പെട്ടെന്ന് അവനോട് വല്ലാത്ത ദേഷ്യം വന്നു. അവൻ എന്റെ മുഖത്ത് തുപ്പി. ഞാൻ അപ്പോഴെങ്ങാനും അവനെ കുത്തിയിരുന്നെങ്കിൽ അത് എന്റെ ദേഷ്യമടക്കലായി പോയനെ, എന്റെ ദേഷ്യമടക്കലായി പോയനെ. അല്ലാഹു കാത്തു. അൽഹംദുലില്ലാഹ്. അതാണ് അലി തങ്ങൾ പറഞ്ഞത്, ഞാൻ ആരെയും എനിക്കായി വധിച്ചിട്ടില്ല, ലില്ലാഹിക്കല്ലാതൊരു വധം എനിക്കില്ല. ഞാൻ അപ്പോഴവനെ കൊന്നാൽ എന്റെ ദേഷ്യം അടക്കലായി പോയി. എന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയപ്പോ എനിക്ക് എന്ത് ചെയ്തു? ഇരട്ടി ദേഷ്യം അവനോടുണ്ടായി. അപ്പൊ ഞാൻ അവനെ കൊല്ലാതെ നിന്നാലോ? സുബ്ഹാനല്ലാഹ്, എന്റെ ദേഷ്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ ചോദിക്കുന്നു, എനിക്ക് വേണ്ടി കൊന്നോ അതല്ല നിനക്ക് വേണ്ടി കൊന്നോ അലിയേ? അപ്പോൾ ഞാൻ എന്താ മറുപടി പറയുക? ഇത് കണ്ടിട്ട് കരഞ്ഞു പോയതാണ്, ഇത് കണ്ടിട്ട് മാറി നിന്നതാണ്. എന്റെ യുവാക്കളെ, ഞാനും നിങ്ങളും ഒന്ന് വിലയിരുത്തുക. നമ്മുടെ ആരോഗ്യം നാം ഏതെല്ലാം രീതിയിലാണ് നമ്മൾ വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നത്? അള്ളാഹു ഇഷ്ടപ്പെടാത്ത രീതിയിലൂടെ നാം ഇന്റർനെറ്റുകളിലൂടെയും അതുപോലെ തന്നെ മൊബൈൽ ഫോണിലൂടെയും ഒക്കെ നമ്മുടെ ചലനങ്ങൾ നാം അതേ രീതിയിൽ, അതേ അല്ലാഹു ഇഷ്ടപ്പെടാത്ത, അവന്റെ ഹബീബ് ഇഷ്ടപ്പെടാത്ത രീതിയിലൂടെ നമ്മൾ ചിലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്താ മറുപടി പറയുക സഹോദരന്മാരെ? നിന്റെ ആരോഗ്യം നീ എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്ന് ചോദിക്കുന്ന സന്ദർഭം ഞാൻ നിങ്ങൾ എന്താ മറുപടി പറയുക? 50 വയസ്സ് വരെ 60 വയസ്സ് വരെ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. നാം നമ്മുടെ കൂട്ടുകാരെയും നാം ആരോട് ഇടപഴകുന്നു അവരെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ തെറ്റായ രീതിയിലൂടെ വലിച്ചു കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങളാണ് അവരിൽ നിന്നെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ യുവാക്കൾ, സഹോദരന്മാരെ, നമ്മുടെ യുവതികൾ ഇന്ന് ഈ ലോകത്തിന് ശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തുടനീളം പ്രശ്നങ്ങൾ അവരിലൂടെ സംജാതമായി കൊണ്ടിരിക്കുകയാണ്. ലഹരി പദാർത്ഥങ്ങൾ തിരയുന്ന യുവതികൾ, ലഹരി പദാർത്ഥങ്ങൾ തിരയുന്ന യുവാക്കൾ, അതുപോലെ തന്നെ ഇന്റർനെറ്റിലൂടെയും അതുപോലെ ടെലിവിഷനിലൂടെയും ഒക്കെ സുബ്ഹാനല്ലാഹ് അതേ നൂൽബന്ധം പോലും ഇല്ലാത്ത അശ്ലീല ചിത്രങ്ങൾ തിരയുന്ന എന്റെ യുവാക്കളും യുവതികളും ശ്രദ്ധിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ നാം ഓരോരുത്തരും ഇതിനെ സംബന്ധിച്ച്, നമ്മുടെ ഈ സമയങ്ങളെ സംബന്ധിച്ച്, നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് ഒക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് നാം മറുപടി പറയേണ്ടി വരും. അല്ലാഹുവിന്റെ നിയമം അതനുസരിക്കാൻ തയ്യാറായില്ല എങ്കിൽ എന്റെ സഹോദരന്മാരെ, ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് നഷ്ടം സംഭവിച്ചു പോകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം എവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട രീതിയിലൂടെ ആക്കി മാറ്റാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. അതല്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് കൈകടിക്കേണ്ട അവസ്ഥ വരും. പടച്ച തമ്പുരാനെ അന്ന് ചിന്തിച്ചില്ലല്ലോ, അന്ന് ചിന്തിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. ഉഹദ് യുദ്ധത്തിൽ മഹാനായ അംർ ബിൻ ജമൂഹ് റഹ്മത്തുള്ളാഹി അലൈഹി, കാല് മുടന്തുള്ള മൊണ്ടിയായ ഒരാളാണ് മഹാനായ അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹു. ആ അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹു അതാ തന്റെ മക്കള് 4 ആൺമക്കള്. ആ 4 ആൺമക്കൾ അല്ലാഹുവിന്റെ ഹബീബ്, ലോകത്തിന്റെ നേതാവ്, അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ എപ്പോഴും ചെന്നിരിക്കുകയും പ്രവാചകനിൽ നിന്ന് സാരോപദേശങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ആ 4 ആൺമക്കൾ. അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹു വല്ലാത്ത സന്തോഷമാണ് ആ മക്കളെ കൊണ്ട്. ഒരു ദിവസം ഉഹദ് രണാങ്കണം, ആ ഉഹദ് പോർക്കളത്തിലേക്ക് ഈ മക്കൾ ഉപ്പയുടെ അനുവാദം വാങ്ങിക്കൊണ്ട്, ഉമ്മയുടെ അനുവാദം വാങ്ങിക്കൊണ്ട് ഈ മക്കൾ ഉഹദ് പോർക്കളത്തിലേക്ക് പോകാൻ പോകുമ്പോൾ മുടന്ത് കാലുള്ള ആ അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹുവിനും വല്ലാത്ത ആഗ്രഹം, എനിക്കും ആ യുദ്ധത്തിലൊന്ന് പങ്കെടുത്തെങ്കിൽ, ആ ഷഹീദാകാൻ എനിക്കും ഒന്ന് കഴിഞ്ഞെങ്കിൽ എന്ന ആഗ്രഹം. തന്റെ കുടുംബക്കാരെല്ലാവരും വന്നു. എല്ലാവരും വന്നിട്ട് പറഞ്ഞു, ഓ അംർ ബിൻ ജമൂഹ് തങ്ങളെ, നിങ്ങളുടെ കാല് മുടന്തുള്ള ആളാണ്, മൊണ്ടിക്കാലാണ്. നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് ഒഴിവ് കഴിവ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പങ്കെടുക്കേണ്ടതില്ല. പക്ഷേ അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹു വല്ലാത്ത ആഗ്രഹം, എനിക്ക് ഷഹീദാകണം, എന്റെ ആയുസ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുമല്ലോ. അംർ ബിൻ ജമൂഹ്, നിന്റെ ആയുസ് നീ എന്തിന് ചെലവഴിച്ചു എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ ചോദിക്കുമ്പോൾ
ഈ അംർ ഇബ്നു ജമൂഹ് എന്താണ് മറുപടി പറയുക റബ്ബേ? ആ അംർ ഇബ്നു ജമൂഹ് മക്കളെ വിളിച്ചിട്ട്, തന്റെ ഭാര്യയെ വിളിച്ചിട്ട് അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉഹുദ് രണാങ്കണത്തിൽ അതാ പോർവിളി കേൾക്കുകയാണ്. എനിക്കും ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്, ഞാനും പൊയ്ക്കൊള്ളട്ടെ എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ സഹോദരന്മാരെ, തന്റെ കുടുംബക്കാര് പറയുന്നു, മുടമുടുകാലുള്ള നിങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കഴിവ് നൽകിയിട്ടുണ്ടെന്ന് പറയുമ്പോഴും അംർ ഇബ്നു ജമൂഹിന്റെ 4 മക്കളും ഉപ്പയുടെ അനുവാദം വാങ്ങിയിട്ട് ഉഹുദ് യുദ്ധത്തിലേക്ക് പോകുമ്പോ അതാ അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു പടയങ്കി എടുത്ത് ധരിക്കുന്നു. യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുക്കുന്നു. എന്നിട്ട് ഭാര്യയെ വിളിച്ചിട്ട് പറയുന്നു, എനിക്ക് ആ യുദ്ധത്തിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. നാളെ രാജസയ്യിദായ ഉടമസ്ഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ അംർ ഇബ്നുൽ ജമൂഹിന്റെ ആയുസ് എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ അംർ ഇബ്നു ജമൂഹിന് മറുപടി പറയണമല്ലോ, അതുകൊണ്ട് എന്നോട് തടസ്സം പറയരുത് എന്ന് പറഞ്ഞ് സലാം പറഞ്ഞ് അതാ വുളൂ ചെയ്ത് 2 റക്അത്ത് നമസ്കരിക്കുന്നു. 2 റക്അത്ത് നമസ്കരിച്ചിട്ട് അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിന്റെ കവാടത്തിന്റെ അതാ വന്നു. ആ കവാടത്തിങ്കൽ വന്നിട്ട് ആ വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ പിടിച്ചുകൊണ്ട് അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോടൊരു ദുആ ചെയ്യുന്നു. اللهم لا تردني إلى أهلي اللهم لا تردني إلى أهلي اللهم لا تردني إلى أهلي. തമ്പുരാനെ, ഞാനിതാ യുദ്ധക്കളത്തിലേക്ക് പോകാൻ പോവുകയാണ്, ഞാൻ കാലുമുടന്തനാണ്. തമ്പുരാനെ, എന്റെ മക്കളെ യുദ്ധക്കളത്തിലേക്ക് പോയി. സുബ്ഹാനല്ലാഹ്, അതുകൊണ്ട് തന്നെ എനിക്കും യുദ്ധത്തിന് പങ്കെടുക്കണം, എനിക്കും ഷഹീദാകണം. നിന്റെ മുമ്പിൽ എന്റെ ആയുസ് എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തന്റെ ഇടത്തോടെ നിന്ന് പറയണം. അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു അവിടെ നിന്നിട്ട് ദുആ ചെയ്യുകയാണ്, اللهم لا تردني إلى أهلي. ഉഹുദ് രണാങ്കണത്തിലേക്ക് പോകുന്ന ഈ അംർ ഇബ്നു ജമൂഹിനെ എന്റെ ഭവനത്തിലേക്ക് മടക്കല്ലേ അല്ലാഹ്, നീ ഷഹീദാക്കണേ അല്ലാഹ്, എന്നെ നീ ഷഹീദാക്കി മരിപ്പിക്കണേ അല്ലാഹ്. ഇത് പറഞ്ഞ് ദുആ ചെയ്തുകൊണ്ട് മഹാനായ അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു ഉഹുദ് രണാങ്കണത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു. സഹോദരന്മാരെ, എന്റെ യുവാക്കളെ, നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. ആ അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു കാലുമുടന്തുണ്ടായിട്ട് പോലും ഉഹുദ് രണാങ്കണത്തിലേക്ക് പോകാൻ പോകുമ്പോ അതാ ദുആ ചെയ്തുകൊണ്ട് വൈലാ ഹദ്റത്ത് റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് പോയിട്ട് അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയേ, എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് നബിയേ, എന്നെ കൂടെ എന്ന യുദ്ധത്തിൽ പങ്കെടുപ്പിക്കണം യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അംർ ഇബ്നു ജമൂഹ്, നിനക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കഴിവ് നൽകിയിട്ടുണ്ട്, നിനക്ക് വേണമെങ്കിൽ പിന്മാറാം. അപ്പോഴും കരഞ്ഞുകൊണ്ട് അംർ ഇബ്നു ജമൂഹ് പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബേ, എന്നെ അങ്ങ് വീട്ടിലേക്ക് തിരിച്ചു മടക്കരുത്, ഞാൻ യുദ്ധത്തിന് പോകണം, എനിക്ക് ഉഹുദ് രണാങ്കണത്തിൽ എനിക്ക് അങ്ങയോടൊപ്പം എനിക്ക് പങ്കെടുക്കണം യാ റസൂലല്ലാഹ്. മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉഹുദ് രണാങ്കണത്തില് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരു മുടന്ത് കാലുള്ള ഒരാള് പടക്കുതിരയെപ്പോലെ അതാ ശത്രു സൈന്യത്തിന്റെ മുമ്പിലോട്ട് ഇരച്ചു കയറുന്നു. വാളും ചുഴറ്റിപ്പിടിച്ചുകൊണ്ട് അതേ ശത്രുവിന്റെ മുമ്പിലേക്ക് ഒരു പടക്കുതിരയെപ്പോലെ ആ പടക്കളത്തിലേക്ക് കുതിച്ചു ചെല്ലുകയാണ് അംർ ഇബ്നുൽ ജമൂഹ്. ഞാൻ നോക്കുമ്പോഴുണ്ട് അംർ ഇബ്നുൽ ജമൂഹിന്റെ കൂടെ തന്റെ ഒരു മകനും കൂട്ടത്തിലുണ്ട്. ഉപ്പയോടൊപ്പം അതാ ഉപ്പയും മോനും അതാ ശത്രുവിന്റെ മേലിൽ അതാ ഇരച്ചു കയറുകയാണ്, ശത്രുക്കളുടെ മുന്നിൽ നിന്ന് പടവെട്ടുകയാണ്.
മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. സുബ്ഹാനല്ലാഹ്, ആ ശത്രു സൈന്യത്തിലേക്ക് കടന്നു ചെന്ന അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹുവും തന്റെ മകനും ആ ഉഹുദ് രണാങ്കണത്തിൽ ഷഹീദായി. ശത്രുവിൻ്റെതായ ആ വാളിന് ഇരയായി രണ്ടുപേരും ഷഹീദായി. യുദ്ധമെല്ലാം കഴിഞ്ഞു. ഈ വാർത്ത അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹുവിന്റെ മറ്റു മക്കളും ഭാര്യയും ഈ വാർത്ത കേൾക്കുന്നു. അവരെല്ലാം ഓടി വന്നു. അതേ ഉഹുദ് രണാങ്കണത്തിലേക്ക് നമുക്ക് ഇന്ന് ചെന്നാൽ കാണാം അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിടം. സഹോദരന്മാരെ, അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയും തന്റെ മറ്റു മക്കളും കൂടി അതാ കടന്നു വന്നു. എന്നിട്ടതാ ഒട്ടകപ്പുറത്ത് മഹാനായ അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ശരീരമെടുത്ത് ഒട്ടകപ്പുറത്ത് വെക്കുകയാണ്. എന്തിനാണ്? മദീനയിൽ കൊണ്ടുവന്ന് ഖബറടക്കാം. ഒരു 5 കിലോമീറ്ററാണ് മദീനയും ഉഹുദും തമ്മിൽ, ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ. ആ ഉഹുദ് രണാങ്കണത്തിൽ നിന്നും മദീനയിലെ ജന്നത്തുൽ ബഖീയിൽ കൊണ്ടുവന്ന് ഖബറടക്കാം. ഇതാണ് തന്റെ പ്രിയതമയുടെ ആഗ്രഹം. ഒട്ടകപ്പുറത്ത് എടുത്തു വെച്ചു മഹാനായ അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹുവിനെ. പക്ഷേ ഒട്ടകമതാ എഴുന്നേറ്റ് നിന്നിട്ട് ഒട്ടകം അല്പമൊന്ന് നടന്നിട്ട് അതാ വീണ്ടും അതേ സ്ഥാനത്തേക്ക് തിരിച്ചു വരുന്നു. ഒട്ടകത്തെ നയിക്കുന്നവർ നല്ല രീതിയിലുള്ളവർ ആ ഒട്ടകത്തിന് അടി കൊടുത്തുകൊണ്ട് അതിനെ ശരിക്കും അവർ നയിക്കാൻ നോക്കുന്നു. പക്ഷേ ഒട്ടകം അടിക്കും തോറും അതിനെ ഉപദ്രവിക്കും തോറും അത് വീണ്ടും അതാ മുട്ടുകുത്തിയിരിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ്, ലോകത്തിന്റെ നേതാവ്, അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ വിവരം അറിയിച്ചു. പ്രവാചകൻ വന്നു. അല്ലാഹുവിന്റെ ഹബീബ്, ലോകത്തിന്റെ നേതാവ്, അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ ചോദിച്ചു, അംർ ഇബ്നു ജമൂഹ് ഉഹുദ് രണാങ്കണത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് എന്തെങ്കിലും വസിയത്ത് ചെയ്തിരുന്നോ? പ്രവാചകന്റെ ചോദ്യം. തന്റെ പ്രിയതമ, തന്റെ മക്കൾ അവർ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ഇല്ല നബിയേ, മറ്റൊന്നും പറഞ്ഞില്ല. പക്ഷേ ഉഹുദ് രണാങ്കണത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് അതാ അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്തിട്ട് വീട്ടുപടിക്കൽ വന്നിട്ട് ആ ഉമ്മറപ്പടിയിൽ പിടിച്ചുകൊണ്ട് അല്ലാഹുവിനോടൊരു ദുആ ചെയ്തു. അല്ലാഹുമ്മ ലാ തറുദ്ദനി ഇലാ അഹ്ലി, അല്ലാഹുമ്മ ലാ തറുദ്ദനി ഇലാ അഹ്ലി, അല്ലാഹുമ്മ ലാ തറുദ്ദനി ഇലാ അഹ്ലി. തമ്പുരാനേ, എന്റെ അഹ്ലുകാരിലേക്ക്, എന്റെ കുടുംബക്കാരുടെ അടുക്കലേക്ക് എന്നെ നീ മടക്കല്ലേ അല്ലാഹ് എന്നൊരു ദുആ ചെയ്തിട്ടുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ഷഫീഉൽ വറാ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പിന്നെ എങ്ങനെയാ ഒട്ടകം അതനുസരിക്കുന്നത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു ചെയ്ത ദുആ അല്ലാഹു കബൂലാക്കി. അതുകൊണ്ട് തന്നെ തങ്ങളെ അംർ ഇബ്നു ജമൂഹിനെ ഉഹുദ് രണാങ്കണത്തിൽ നിന്ന് വേറൊരു സ്ഥാനത്തേക്ക് മാറ്റാൻ കഴിയില്ല. തങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിച്ചു. അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പിന്നെങ്ങനെയാണ് ഒട്ടകം അനുസരിക്കുക? ഒട്ടകം അല്ലാഹുവിന്റെ കൽപ്പന കേൾക്കുമോ? അതല്ല അടിമയുടെ കൽപ്പന കേൾക്കുമോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു ചെയ്ത ദുആ അല്ലാഹു കബൂലാക്കി. അതുകൊണ്ട് തന്നെ തങ്ങളെ അംർ ഇബ്നു ജമൂഹിനെ ഉഹുദ് രണാങ്കണത്തിൽ നിന്ന് വേറൊരു സ്ഥാനത്തേക്ക് മാറ്റാൻ കഴിയില്ല. തങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിച്ചു. അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പിന്നെങ്ങനെയാണ് ഒട്ടകം അനുസരിക്കുക? ഒട്ടകം അല്ലാഹുവിന്റെ കൽപ്പന കേൾക്കുമോ? അതല്ല അടിമയുടെ കൽപ്പന കേൾക്കുമോ? എന്റെ സഹോദരന്മാരെ,
എന്റെ യുവാക്കളെ, എന്റെ യുവതികളെ, നമുക്കും അല്ലാഹു ആരോഗ്യം തന്നില്ലേ? നമുക്കും അല്ലാഹു ആയുസ് തന്നില്ലേ? അല്ലാഹു ഇഷ്ടപ്പെടുന്ന രീതിയിലൂടെ, പടച്ച തമ്പുരാൻ പൊരുത്തപ്പെടുന്ന രീതിയിലൂടെ നാം ആരെങ്കിലും ഒന്ന് അതേ രീതിയിൽ നമ്മുടെ ആയുസ്സിനെയും നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ സന്താനങ്ങളെയും അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ മൊത്തത്തിൽ അല്ലാഹുവിന്റെ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കി വിനിയോഗിക്കാൻ ഞാനും നിങ്ങളും തയ്യാറായിട്ടുണ്ടോ? അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന രീതിയിലൂടെ നാം ചിലവഴിക്കാൻ തയ്യാറായാൽ, പടച്ച തമ്പുരാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലൂടെ ആയാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ആഗ്രഹിക്കുന്നത് എന്തോ അത് അല്ലാഹു നമുക്ക് തരും. അതല്ലെങ്കിൽ നാം ചെന്ന് പിടിക്കുന്നത് സർവ്വതും നമുക്ക് നാശമായിട്ട് വന്നു ഭവിക്കുക തന്നെ ചെയ്യും. നമ്മുടെ സമ്പത്ത്, യുവാക്കളെ ശ്രദ്ധിക്കുക, അല്ലാഹു തന്ന സമ്പത്ത് അത് നമുക്ക് കേടായി ഭവിക്കും. നാം അല്ലാഹുവിനെ അനുസരിക്കാൻ തയ്യാറല്ല എങ്കിൽ നമുക്ക് തന്ന മക്കള്, അരുമ സന്താനങ്ങളുണ്ടല്ലോ, അരുമ സന്താനങ്ങള്, അവര് നമുക്ക് കേടായി ഭവിക്കും കേട്ടോ. നമ്മൾ അവർക്ക് വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത്, അവർക്ക് വേണ്ടിയല്ലേ നമ്മുടെ സമയങ്ങൾ വിനിയോഗിക്കുന്നത്. നാളെ ഈ മക്കളിതാ നാം ആർക്ക് വേണ്ടിയാണോ കഷ്ടപ്പെടുന്നത്, ആ മക്കളതാ അപ്പുറത്ത് നിന്നുകൊണ്ട് അവർ ആലോചിക്കുന്നത് നമ്മളെ കൊണ്ട് ശല്യമായിരിക്കുന്നു എന്നതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നു, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ, ആ 3 കാര്യങ്ങൾ ആരിലുണ്ടോ അവനിൽ ഈമാനിന്റെ മാധുര്യം ഉണ്ടായിത്തീരുന്നതാണ്. അതിലൊന്ന് അൻ യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും അവന്റെ ഹബീബും ഈ ദുനിയാവിലുള്ള സർവ്വ വസ്തുക്കളെക്കാൾ അവന് പ്രിയങ്കരമാകണം. അല്ലാഹുവിനെ അവൻ ഇഷ്ടപ്പെടുന്നവനാകണം, അല്ലാഹുവിന്റെ ഹബീബിനെ ഇഷ്ടപ്പെടുന്നവനാകണം. അതായത് അല്ലാഹ് എന്ത് പറഞ്ഞോ അത് അനുസരിക്കുന്നവനാകണം. എന്റെ യുവാക്കൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്നോട് വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞെങ്കിൽ നീ വ്യഭിചരിക്കാൻ പാടില്ല. അല്ലാഹു നിന്നോട് കള്ള് കുടിക്കരുതെന്ന് പറഞ്ഞെങ്കിൽ നീ കള്ള് കുടിക്കാൻ പാടില്ല. അതുപോലെ അക്രമങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നീ അക്രമങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല. അല്ലാഹു ഇഷ്ടപ്പെടുന്ന രീതിയിലാകണം നീ. അതുപോലെ തന്നെ നീ ആരെ സ്നേഹിക്കുന്നുവോ ആ സ്നേഹം അല്ലാഹുവിന് വേണ്ടിയാകണം. നമ്മൾ ഒരാളിനോട് കൂട്ടുകൂടുന്നുവെങ്കിൽ അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയാകണം അവനോട് പിണങ്ങുന്നത്. അത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നീ പിണങ്ങണം, അതേ രീതിയിലാകണം. അവ നമ്മളെ വിളിക്കടേ, നമുക്ക് ഇന്നൊരു നല്ലൊരു സിനിമ, പുത്തനൊരു സിനിമ ഇറങ്ങിയിട്ട് നമുക്കൊന്ന് കാണാൻ പോയാലെന്താ? അപ്പോഴും നീ പറയണം, പൊന്നുമോനെ അള്ളാന്റെ ഹബീബ് ഇഷ്ടപ്പെടാത്ത കാര്യത്തിലേക്കാണോ നീ എന്നെ ക്ഷണിക്കുന്നത്? അവൻ വീണ്ടും നമ്മളെ നിർബന്ധിക്കുക. അങ്ങനെയുള്ള മനുഷ്യനോട് അല്ലെങ്കിൽ വ്യഭിചരിക്കാൻ വേണ്ടി നിന്നെ ക്ഷണിക്കുന്നു. ഒരു പെണ്ണ്, നല്ലൊരു സുന്ദരിയായ ഒരു പെണ്ണ് വന്നിട്ടുണ്ട്, നമുക്ക് അവളെ ഒന്ന് വശത്താക്കാം. ആ പെണ്ണിലേക്ക് നിന്നെ നയിക്കുന്നു, അല്ലെങ്കിൽ കള്ള് കുടിക്കാൻ വേണ്ടി നിന്നെ വിളിക്കുന്നു. എന്റെ സഹോദരന്മാരെ, ആ സന്ദർഭത്തില് നീ അല്ലാഹുവിനെ പേടിക്കുന്നവനാകണം, അല്ലാഹുവിനെ സ്നേഹിക്കുന്നവനാകണം, റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്നവനാകണം. അവനോടുള്ള പിണക്കം നീ എനിക്ക് പറ്റിയ കൂട്ടുകാരനല്ല, നീ എനിക്ക് പറ്റിയ ബന്ധമല്ല. അവനോടുള്ള ബന്ധം മുറിക്കുന്നത് നോക്കിക്കേ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇഷ്ടപ്പെടാത്ത കാര്യത്തിന് വേണ്ടി വിളിച്ചപ്പോൾ അവനോടുള്ള ബന്ധം വിച്ഛേദിക്കുന്നു. പലരും നമ്മളെ വന്ന് ചതിക്കും, പല വേഷത്തിലും പല കോലത്തിലും വന്നിട്ട് നമ്മൾ വിചാരിക്കുക കൊള്ളാം, നല്ല മനുഷ്യനല്ലേ, ഇവൻ നല്ല ഇബാദത്ത് ചെയ്യുന്നവനല്ലേ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക് നമ്മളെ നയിക്കും. നമ്മൾ വിചാരിക്കും ആ കൊള്ളാം, നമുക്ക് പോകാം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ കെണിയിലകപ്പെടരുത് സഹോദരാ. ലോകം എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സഹോദരാ? പല രീതിയിൽ നമ്മളെ വ്രണപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ യുവാക്കളും യുവതികളും അതേ അവരുടേതായിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും ഒരുതരം ഭ്രാന്ത് പോലെ അവരുടെ പ്രവർത്തനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, ആര് തന്നെ നമ്മളെ തെറ്റിലേക്ക് വിളിച്ചാലും ആ തെറ്റിലേക്ക് പോകാൻ നമ്മൾ കൂട്ടാക്കരുത്.
അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത രീതിയിലൂടെ ബർസീസ ഇവിടെ ജീവിച്ചു. ഒരുപാട് പ്രഗത്ഭരായ മുരീദന്മാര്, ശിഷ്യഗണങ്ങള്, പേര് കേട്ട ശിഷ്യഗണങ്ങള്. ആ ബർസീസയ്ക്ക് പറ്റിയ ഒരു അബദ്ധം, സഹോദരന്മാരെ, ബർസീസയുടെ ഇബാദത്ത് കണ്ട്, അള്ളാഹുവിലുള്ള ഇബാദത്ത് കണ്ട് ജനങ്ങൾ പോലും ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മലക്കുകൾ പോലും തഅജ്ജുബിലായിട്ടുണ്ട്, ആശ്ചര്യപ്പെട്ടിട്ടുണ്ട് ബർസീസയുടെ ഇബാദത്ത്. അള്ളാഹുവിനെ എപ്പോഴും ബർസീസ തന്റെ ആ കൂടാരത്തിലിരുന്ന് അള്ളാഹുവിനെ ഇങ്ങനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു ദിവസം ഒരു ദാടിയൊക്കെ വെച്ച് ഒരു ജുബ്ബയൊക്കെ ഇട്ട് നല്ല ഒരു മനുഷ്യൻ നല്ലൊരു തലപ്പാക്കെട്ടൊക്കെ കെട്ടി ഇങ്ങനെ കയറി വന്നു. ബർസീസയുടെ മുമ്പിൽ വന്നു, സലാം പറഞ്ഞു. ബർസീസ സലാം മടക്കി. ബർസീസ ചോദിച്ചു, അല്ല നീ ആരാണ്? ആ വന്ന മനുഷ്യൻ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നെ തഖ്വയിൽ നിന്നെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്, നിന്റെ ഇബാദത്തിൽ നിന്നെ ഞാൻ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. ഈ ബർസീസ, വളരെ പാണ്ഡിത്യമുള്ള ഈ ബർസീസ, ഈ വന്ന മനുഷ്യനോട് ഇവൻ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആയിരുന്നു. ആ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വലിയ ആലിമിന്റെ വേഷത്തിൽ ഇങ്ങോട്ട് കടന്നു വന്നു. വലിയ ദാടിയും വലിയ തലപ്പാവും ഒക്കെ ധരിച്ചിട്ട് കയറി വന്ന ഈ മനുഷ്യനോട് ചോദിച്ചു, അല്ല നിന്റെ ഉദ്ദേശം എന്താണ്? നിന്നെ ഞാൻ തഖ്വയിൽ സഹായിക്കാൻ വേണ്ടി വന്നതാണ്, ഇബാദത്തിൽ നിന്നെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. നിനക്ക് എന്താ വേണ്ടത്? എന്തെല്ലാം ബർസീസ ചോദിച്ചാലും ശരി, അതിനെല്ലാവും ഈ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയുടെ മറുപടി, എനിക്ക് അള്ളാന്റെ തൃപ്തി മതി, അള്ളാഹ് ഉണ്ട് എന്നുള്ള ആ മറുപടി. ഇത് കേട്ടപ്പോ ബർസീസയ്ക്ക് സന്തോഷം, അദ്ദേഹം നല്ല ആളി തന്നെയാണ്. പൊതുവിൽ നമുക്കൊക്കെ തോന്നുന്ന ആ ഒരു തോന്നലാണ്. ഈ ബർസീസയ്ക്ക് തോന്നി ഇദ്ദേഹം നല്ല മനുഷ്യൻ തന്നെയാണ്. അങ്ങനെ ബർസീസയോടൊപ്പം ഈ മനുഷ്യനും അവിടെ ഈ കൂടാരത്തിൽ ബർസീസയോടൊപ്പം ഇബാദത്തിൽ മുഴുകി. ശ്രദ്ധിക്കുക, 3 ദിവസത്തോളം ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആ ബർസീസയുടെ മുമ്പിൽ ബർസീസയോടൊപ്പം അതാ ഇബാദത്ത് ചെയ്യുന്നു. ആര്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. 3 ദിവസം അവന് ആഹാരമില്ല, ഉറക്കമില്ല. 3 ദിവസവും അതാ എപ്പോഴും അവൻ ഇബാദത്തിൽ അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. ഇത് കണ്ടിട്ട് ഈ ബർസീസ തന്നെ ആശ്ചര്യപ്പെട്ടു പോയി. ഇവന്റെ ഇബാദത്ത് എന്തായത്? ഊണുമില്ല, ഉറക്കവുമില്ല, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെയുള്ള ഇബാദത്ത് എങ്ങനെ ഇത് കരസ്ഥമായി? ഉടനെ ബർസീസ ചോദിച്ചു, അല്ല ഓ മനുഷ്യ, എങ്ങനെയാണ് നിനക്കിത് സാധ്യമായത്? ഊണില്ല, ഉറക്കമില്ല, നീ എങ്ങനെയാണ് ഇത് സാധിച്ചെടുത്തത്? അല്ലാഹുവിൽ ഇത്രത്തോളം തഖ്വ, ഇത്രത്തോളം ഇഖ്ലാസ്, ഇത്രത്തോളം ഭയഭക്തി നിനക്കങ്ങനെ വന്നു? എന്താ പറഞ്ഞെന്നറിയോ? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു, ഞാന് എന്റെ ജീവിതത്തിൽ ഞാനൊരു വലിയൊരു തെറ്റ് ചെയ്തു. ആ വലിയൊരു തെറ്റ് ചെയ്തപ്പോൾ ആ തെറ്റ് ചെയ്ത് തീർന്നതിന് ശേഷം എനിക്ക് വല്ലാത്ത പശ്ചാത്താപമുണ്ടായി, എനിക്ക് വല്ലാത്ത വിഷമം വന്നു. ഞാനങ്ങനെ അല്ലാഹുവിലങ്ങ് ഇബാദത്തിലങ്ങ് മുഴുകാൻ തുടങ്ങി. വെള്ളം വേണമെന്ന് എന്റെ മനസ്സ് പറയുമ്പോൾ, ആഹാരം വേണമെന്ന് എന്റെ മനസ്സ് പറയുമ്പോൾ, ആ തെറ്റിനെ കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കും. ഞാൻ ഇന്ന തെറ്റ് ചെയ്തവനാണല്ലോ എന്ന്. ആ തെറ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ആഹാരം വേണ്ട, എനിക്ക് വെള്ളം വേണ്ട, ഞാൻ പിന്നെ ഇബാദത്തിൽ അങ്ങനെ മുഴുകുകയാണ്. ഒരു തന്ത്രമാണിത്, ഒരു ഹിക്മത്ത്. എന്റെ സഹോദരങ്ങളെ, അങ്ങനെ ഈ ബർസീസ ചോദിച്ചു. എന്നാൽ പിന്നെ വലിയ പണ്ഡിതനാണ്, ഒരുപാട് ഉന്നതരായ മുരീദന്മാരുണ്ട്. ആ ബർസീസ ചോദിച്ചു പോയി. ഇവന്റെ തഖ്വ കണ്ടിട്ട്, ഇവന്റെ സൂക്ഷ്മത കണ്ടിട്ട് ഈ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയോട് ചോദിച്ചു പോയി, എന്നാൽ എനിക്കും ഒരു വഴി പറഞ്ഞു തരിക. ഇതുപോലെ ഊണുമില്ല, ഉറക്കവുമില്ല, ഇതേ രീതിയിൽ അല്ലാഹുവിനെ ആരാധിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്കും ഇതുപോലുള്ള ഒരു വഴി എനിക്ക് പറഞ്ഞു തരിക. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി കിട്ടിയ വലിയൊരു സന്ദർഭം. അവൻ എന്താ പറഞ്ഞെന്നറിയോ? നീ ഒരു കാര്യം ചെയ്യ്, അങ്ങനെ നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ പോയി ഒരു പെണ്ണിനെ പിടിച്ചിട്ട് വ്യഭിചരിക്കുക. സുബ്ഹാനല്ലാഹ്,
വ്യഭിചാരമോ? ബർസീസ പറയുകയാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിഷിദ്ധമാക്കിയ കാര്യമല്ലേ? ആ കാര്യത്തിനോട് നീ എന്നെ നിർബന്ധിക്കുന്നുവോ? ഇല്ല, ഞാനൊരു മാന്യനായ വ്യക്തിയാണ്, ജനങ്ങൾക്കെല്ലാം എന്നെ കുറിച്ചറിയാം, അതുകൊണ്ട് തന്നെ വ്യഭിചാരത്തിന് ഞാനില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നിനക്ക് വ്യഭിചരിക്കാൻ വയ്യെങ്കിൽ നീ ആരെയെങ്കിലും ഒരു കാര്യം ചെയ്യും, കൊല നടത്ത്. അപ്പൊ നിനക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, നീ ഇബാദത്തിലോട്ട് ഇങ്ങനെ കൈ കെട്ടാൻ നേരത്ത് അല്ലെങ്കിൽ ആഹാരം കഴിക്കാൻ നേരത്ത് നിനക്ക് എന്ത് ചെയ്യും, ഓർമ്മ വരും, ഞാൻ ഇന്നവനെ കൊന്നല്ലോ തമ്പുരാനെ. അതുകൊണ്ട് ആ ഒരു ഖ്യാതം നിന്റെ മനസ്സിലുണ്ടാകും. അപ്പോഴും ബർസീസ പറഞ്ഞു, കൊല നടത്താനോ? അതും എനിക്ക് പറ്റുകയില്ല. അതും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിഷിദ്ധമാക്കിയത് തന്നെ, പടച്ച തമ്പുരാൻ വിലക്കിയത് തന്നെ, അതുകൊണ്ട് അതും പറ്റില്ല. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവസാനം ഒരു ഹിക്മത്ത്. എന്നാ പിന്നെ ഞാൻ അവസാനമായിട്ടൊരു കാര്യം പറയാം, ഇനി വേറെ ചിലത് ചോദിക്കരുത്. നിനക്ക് പറ്റിയ വേറൊന്ന് കള്ളു കുടിക്കുക, മദ്യപിക്കുക. അപ്പോഴെന്ത് ചെയ്യും, ഒരു പ്രാവശ്യം മദ്യപിച്ചാൽ മതി. അങ്ങനെ മദ്യപിച്ച് കഴിയുമ്പോഴേക്ക് നിനക്ക് അതിനെക്കുറിച്ചൊരു പശ്ചാത്താപം ഉണ്ടാവും, തമ്പുരാനെ ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ. ആ തെറ്റിനെ കുറിച്ച് നിനക്ക് ഖേദമുണ്ടാകും. അപ്പോഴും നീ ആഹരിക്കാനിരുന്നാലും ശരി, കുടിക്കാനിരുന്നാലും ശരി, നിനക്ക് പെട്ടെന്ന് അല്ലാ ഞാൻ ഇന്നതുപോലെ ഞാൻ കള്ള് കുടിച്ചു പോയല്ലോ, ഞാൻ ഇന്ന തെറ്റ് ചെയ്തു പോയല്ലോ, പെട്ടെന്ന് നീ ഇതിനെ മാറ്റും, അല്ലാഹുവിലേക്ക് നീ ഇബാദത്തിൽ മുഴുകും. ബർസീസ ചിന്തിച്ചു, ശരി, ഈ മൂന്ന് കാര്യം എന്നോട് പറഞ്ഞു ഈ പണ്ഡിതൻ, ഈ ആബിദായ ഒരു മനുഷ്യന്റെ കോലത്തിലാണ് വന്നിരിക്കുന്നത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അതിൽ ഏറ്റവും മഹഫായത്, ഏറ്റവും ലഘുവായത് ഏതാണെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കാം. പിന്നെ അത് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് വ്യഭിചാരം, വ്യഭിചരിക്കാൻ എന്തായാലും വയ്യ, അത് വലിയ കടുത്ത പാവം. രണ്ടാമത്തേത് കൊല, അതിനും വയ്യ. മൂന്നാമത്തേത് കള്ളുകുടി, എന്നായാലും ശരി അതിനെ തിരഞ്ഞെടുക്കാം. അങ്ങനെ ഈ ബർസീസ ചോദിച്ചു, അല്ല ഇനിയിപ്പോ എന്താ അതിനുള്ള വഴി? ബർസീസയ്ക്ക് അതൊന്നും അറിയില്ല, കൂടാരത്തിനകത്തിരുന്നിട്ട് ഇങ്ങനെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ബർസീസ. ഇനി എന്താ ഇതിന് ഒരു വഴി? ബർസീസയോട് ഈ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആബിദായ ഈ മനുഷ്യൻ പറഞ്ഞു, ഇന്ന സ്ഥലത്തൊരു ഷാപ്പ് പ്രവർത്തിക്കുന്നുണ്ട്, അവിടെ പോവുക, അവിടെ പോയിട്ട് മദ്യപിക്കുക. അങ്ങനെ ബർസീസ നടന്നു നീങ്ങുകയാണ്. അതേ വലിയ പണ്ഡിതനാണ്, അല്ലാഹുവിൽ വളരെ തഖ്വയുള്ള മനുഷ്യനാണ് ബർസീസ. ഷാപ്പിലേക്ക് നടന്നു നീങ്ങുന്നു. ഷാപ്പിലേക്ക് ചെന്നിട്ടതാ ആ ഷാപ്പിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ, എന്റെ സഹോദരാ, അവിടെ ഒരു സുന്ദരിയായ പെണ്ണ് നിന്നിട്ട് മദ്യം വിളമ്പുകയാണ്. ഷാപ്പിന്റെ ഉള്ളിൽ ചെന്നു നോക്കുമ്പോൾ സുന്ദരിയായ ഒരു യുവതിയാണ്. ആ യുവതി നിന്നിട്ട് മദ്യം വിളമ്പുകയാണ്. ഈ ബർസീസ എന്ത് ചെയ്തു? ആ സുന്ദരിയായ പെണ്ണിൽ നിന്നും ഒരു കോപ്പ മദ്യം വാങ്ങി അദ്ദേഹം കുടിച്ചു. അതാ ബർസീസയ്ക്ക് ലെവല് തെറ്റുന്നു, ലഹരി ബാധിക്കുന്നു. ബർസീസയതാ തന്റേതായിരിക്കുന്ന ആ ലഹരി മൂത്തപ്പോൾ ബർസീസയതാ സുന്ദരിയായ ആ പെണ്ണിനെ കയറി പിടിക്കുന്നു. ആ പെണ്ണുമായിട്ടതാ സല്ലപിക്കുന്നു, ആ പെണ്ണുമായിട്ടതാ വ്യഭിചരിക്കുന്നു. ഷാപ്പില് കുറെ കഴിയുമ്പോൾ അതാ തന്റെ ഭർത്താവ് കയറി വരുന്നു. ഈ പെണ്ണിന്റെ ഭർത്താവ്, സുന്ദരിയായ ഈ പെണ്ണിന്റെ ഭർത്താവ് കയറി വരികയാണ്. രണ്ടുപേരും നിന്നതാ, അവ രണ്ടുപേരും ഷാപ്പിൽ കിടന്ന് വ്യഭിചരിക്കുന്നത് ആ ഭർത്താവ് കാണുന്നു. ഉടനെ തന്നെ ബർസീസ ലെവലില്ലാത്ത ലക്ക് തെറ്റിയ ബർസീസ ചാടി എഴുന്നേൽക്കുന്നു. അതാ ആ സുന്ദരിയായ പെണ്ണിന്റെ ഭർത്താവിനെ പിടിച്ചതാ അവനുമായിട്ട് മൽപ്പിടുത്തം നടത്തുന്നു. അവനെ അതാ ബർസീസ വധിക്കുന്നു. കള്ളുകുടിയിലൂടെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി സാധിച്ചെടുത്ത് നോക്കിക്കേ. ഈ കള്ളുകുടിയിലൂടെ 3 കൃത്യങ്ങൾ, 3 കാര്യങ്ങൾ ആ ബർസീസയിൽ വന്ന് പിടികൂടുന്നു. ഒന്ന്, കള്ളു കുടിക്കുന്നു. രണ്ടാമത്തേത് പെണ്ണിനെ വ്യഭിചരിക്കുന്നു. മൂന്നാമത്തേത് കൊല നടക്കുന്നു. 3 കാര്യവും വന്ന് കൂടി. ഇനി എന്താ ചെയ്യുക? അതാ ജനങ്ങളെല്ലാം കൂടി ബർസീസയെ പിടികൂടുന്നു.
കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുന്നു. ബർസീസയെ കൊല തൂക്കിലേറ്റാൻ രാജാവ് കൽപ്പിക്കുന്നു. 3 കുറ്റമാണ് ഇവിടെ ബർസീസ ചെയ്തത്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് ബർസീസ. ആ ബർസീസ 3 തെറ്റുകൾക്ക് ഇവിടെ അടിമപ്പെടുകയാണ് മദ്യപാനത്തിലൂടെ. എന്റെ യുവാക്കൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, സഹോദരന്മാരെ, 3 തെറ്റിനും അടിമയായ ഈ മനുഷ്യനെ തൂക്കിലേറ്റാൻ വേണ്ടി രാജാവ് കൽപ്പിക്കുന്നു. അതാ വ്യഭിചാരത്തിനുള്ള അടി ആദ്യം അടിക്കുന്നു. അതുപോലെ കൊല ചെയ്തതിനുള്ള ഹദ്ദ അടിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം തൂക്കുമരത്തിലേറ്റുന്നു ബർസീസയെ. തൂക്കുമരത്തിൽ കിടക്കുമ്പോഴുണ്ട് ആബിദായി അഭിനയിച്ചു വന്ന അതേ തൊപ്പിയും തലപ്പാവും ഒക്കെ ധരിച്ചു വന്ന ആ ദാടിയൊക്കെ ധരിച്ചു വന്ന ആ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അതാ വന്നിട്ട് ബർസീസയോട് പറയുകയാണ്, എങ്ങനെയുണ്ടോ എന്റെ പണി നോക്കിക്കേ. കഴുകുമരത്തിൽ കിടന്നിട്ട് അതാ പിടയുകയാണ് ബർസീസ. അപ്പോഴ് പറയുന്നു, ഓ ബർസീസ, നിനക്ക് രക്ഷപ്പെടാൻ ഇനിയും സമയമുണ്ട്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറയുകയാണ്, നിനക്ക് രക്ഷപ്പെടാൻ ഇനിയും സമയമുണ്ട്. ബർസീസ ആ ബർസീസയോട് പറയുന്നു, നീ എനിക്ക് വേണ്ടി ഒന്ന് സുജൂദ് ചെയ്യ്. യാബിദായ മനുഷ്യൻ വന്നിട്ട് പറയുകയാണ്, ആ വേഷത്തിൽ തന്നെ വന്നിട്ട് പറയുക, നിനക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. നിന്റെ അടുത്ത് മദ്യപിക്കാൻ പറഞ്ഞു, നീ മദ്യപിച്ചു, പിന്നെ നീ ഇതൊക്കെ ചെയ്തെന്തിനാ? ഇവനറിയാം മദ്യപിച്ചു കഴിഞ്ഞാൽ ലക്കില്ലാതെ വരും. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഇവനറിയാം മദ്യപിച്ചു കഴിഞ്ഞാൽ ലക്കില്ലാതെ വരും, അവൻ ബാക്കിയുള്ള പ്രവർത്തനങ്ങളെല്ലാം ചെയ്തുകൊള്ളുമെന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിക്ക് അറിയാം. ഇപ്പോഴ് എല്ലാം കഴിഞ്ഞ് തൂക്കുമരത്തിൽ ഏറ്റപ്പെട്ടപ്പോൾ അവിടെ വന്നിട്ട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആബിദായ മനുഷ്യന്റെ രൂപത്തിൽ വന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, ഇനി നിനക്ക് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, എനിക്കൊന്ന് സുജൂദ് ചെയ്യണം. ഈ തൂക്കുമരമിൽ ഞാൻ കിടന്നും കൊണ്ട് കഴിവില്ല കുനിയാനോ പ്രയാസവുമുണ്ട്. ബർസീസ പറയുകയാണ്, ഈ തൂക്കുമരത്തിൽ കിടന്നുകൊണ്ട് ഞാൻ എങ്ങനെയാണ് നിനക്ക് സുജൂദ് ചെയ്യുക? ഈ ആബിദായ മനുഷ്യന്റെ കോലത്തിൽ വന്ന ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറയുന്നു, തല കൊണ്ടൊരാംഗ്യം കാട്ടിയാൽ മതി സോദരാ, എന്നാൽ നജാത്തുടൻ തന്നെ മുന്നിൽ ഹാജരാ. നീ ആ കഴുകുമരത്തിൽ കിടന്നുകൊണ്ട് എനിക്ക് സുജൂദ് ചെയ്യുന്നത് പോലെ ഒരു ആംഗ്യം ഇങ്ങനെ കാണിച്ചാൽ മതി, നിയ്യത്ത് മനസ്സിൽ മതി. ഞാൻ ഈ വന്നു നിൽക്കുന്ന മനുഷ്യന് ഞാൻ സുജൂദ് ചെയ്യുകയാണ് എന്ന് ആ നിയ്യത്ത് മതി. അങ്ങനെ തല കൊണ്ട് ആംഗ്യം കാണിച്ചാൽ മതി, നിനക്കിതാ രക്ഷപ്പെടാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നിന്ന് ഞാൻ രക്ഷപ്പെടുത്താം ഈ തൂക്കുമരത്തിൽ നിന്ന്. സഹോദരന്മാരെ, ബർസീസയതാ തൂക്കുമരത്തിൽ കിടന്നുകൊണ്ട് അതാ ആബിദായ കോലത്തിൽ വന്നിട്ട് അതാ തലപ്പാവും താടിയുമുള്ള കോലത്തിൽ വന്നിട്ട് ആ മനുഷ്യനുണ്ടല്ലോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയുടെ മുമ്പിൽ അതാ സാഷ്ടാംഗം ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്, അവസാനമതാ ദീനിൽ നിന്ന് കൂടി പുറത്തുപോയി. നഊദു ബില്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതുപോലെ എന്റെ സഹോദരാ, തെറ്റുകളും കുറ്റങ്ങളും ചെയ്തു പോയി നമ്മളെ അതാ ചതിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കൂട്ടുകാരുണ്ട്. യുവാക്കളെ, നമ്മളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് ഇബ്ലീസ് അവനിൽ കടന്നുകൂടിയിട്ട് നമ്മളെ അതാ അവൻ പല കാര്യങ്ങളിലേക്ക് നയിക്കും കേട്ടോ. അല്ലാഹുവിനെ മറന്നു പോകല്ലേ, അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്ക് നമ്മൾ മറന്നു പോകല്ലേ. ദുർറത്ത് എന്ന കിതാബില് ബർസീസയുടെ സംഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അത് എനിക്കും നിങ്ങൾക്കും പാഠം ഉൾക്കൊള്ളാനാണ് സഹോദരാ. ഇതുപോലെ പല കോലത്തിലും നമ്മുടെ അടുക്കൽ വരും, പല കോലത്തിലും വന്നിട്ട് നമ്മളെ തെറ്റിലേക്ക് നയിക്കും. നമ്മൾ വിചാരിക്കും കൊള്ളാം, ഒരു സിനിമ കണ്ടാപ്പോ എന്താ, നമ്മൾ വിചാരിക്കും ഒരു സിനിമ കണ്ടാലിപ്പോ എന്താ,
അല്ലെങ്കിൽ മറ്റുള്ള ഒരു തെറ്റ് നമ്മളിപ്പോ ചെയ്താൽ എന്താ, ഒരു നിസ്സാര ഒരു കാര്യമല്ലേ? എന്റെ സഹോദരാ, ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കരുത്. അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കരുത്. പടച്ച തമ്പുരാൻ രാജസയ്യിദായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്റെയും നിങ്ങളുടെയും പ്രവർത്തനങ്ങൾ പടച്ച തമ്പുരാൻ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനും നിങ്ങളും എന്ത് പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് അള്ളാഹു ഇഖ്തിയാർ നൽകിയിരിക്കുകയാണ്. തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തന്നിരിക്കുകയാണ്. നമുക്ക് തിരഞ്ഞെടുക്കാം. നന്മ വേണമെങ്കിൽ നമുക്ക് നന്മ തിരഞ്ഞെടുക്കാം, അതല്ല തിന്മ വേണമെങ്കിൽ നമുക്ക് തിന്മ തിരഞ്ഞെടുക്കാം. പക്ഷേ സഹോദരന്മാരെ, നന്മ തിരഞ്ഞെടുത്താൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉന്നതരായിരിക്കുന്ന നമ്മുടെ മുൻഗാമികൾ കടന്നുപോയ ആ പാതയിലൂടെ നമുക്ക് കടന്നു പോകാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ ശഫീഉൽ വറാ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാണ് പറഞ്ഞത്, 3 കാര്യങ്ങൾ നിന്നിലുണ്ടായാൽ ഈമാനിന്റെ മാധുര്യം നിന്നിലുണ്ടായി. ഒന്ന്, അല്ലാഹുവും അവന്റെ റസൂലും നീ ആ അല്ലാഹുവിനെയും റസൂലിനെയും വല്ലാതെ സ്നേഹിക്കുന്നവനാകണം. നിന്റെ മക്കളെക്കാളും നിന്റെ ഭാര്യയെക്കാളും നിന്റെ സമ്പത്തിനേക്കാളും നിന്റെ സർവ്വ അനുഗ്രഹങ്ങളെക്കാളും ഒക്കെ ഈ ദുനിയാവിനേക്കാളൊക്കെയും അല്ലാഹുവിനോടും അവന്റെ ഹബീബ് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും നിനക്ക് ഹബ്ബുണ്ടാകണം, പ്രേമമുണ്ടാകണം. അതുപോലെ നീ ആരെയെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ, നീ ആരോടെങ്കിലും കൂട്ടുകൂടുന്നുവെങ്കിൽ സഹോദരാ, അത് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമായിരിക്കണം ഒരു മനുഷ്യനോട് കൂട്ടുകൂടേണ്ടത്. അതുപോലെ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ ഉണ്ടാകാതെ നീ ശ്രദ്ധിക്കണം. ഏതുപോലെ നീ കുഫറിലേക്ക് മടങ്ങുന്നതിന് നീ അങ്ങേയറ്റം വെറുക്കണം. ഞാൻ കുഫറിൽ അകപ്പെട്ടു പോകുന്നതിനെ ഭയക്കുന്ന രീതിയിൽ ആ ഉറപ്പ് നിന്നിലുണ്ടാകണം. നീ ഒരിക്കലും കുഫറിലേക്ക് പോയി പോകരുത്. നേരത്തെ ബർസീസിയുടെ കാര്യം പറഞ്ഞതുപോലെ ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും അല്ലാഹുവിനെ വിട്ടുപോകരുത്, റസൂലിനെ വിട്ടുപോകരുത്, അല്ലാഹുവിന്റെ നിയമങ്ങളിൽ നിന്ന് നീ വിട്ടുപോകരുത്. അല്ലാഹ് നിന്നോട് എന്ത് കൽപ്പിച്ചോ അത് അനുസരിക്കുക. ഹബീബ് എന്ത് പഠിപ്പിച്ചോ അത് മാത്രം നിന്റെ ജീവിതത്തിൽ പകർത്തുക. എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും സഹോദരാ, കുഫറിലേക്ക് പോകുന്ന ഒരു വാക്ക് പോലും നിന്നിലുണ്ടാകരുത്. ഏതുപോലെ എന്നാൽ ഒരു തീയിൽ നീ അകപ്പെടുന്നതിന് ഏത് രീതിയിൽ നീ വെറുക്കപ്പെടുന്നുവോ, തീയിലേക്ക് നിന്നെ തള്ളിയിടപ്പെടുന്നതിന് നീ ഏത് രീതിയിൽ വെറുക്കപ്പെടുന്നുവോ, അതുപോലെ കുഫറിലേക്ക് മടങ്ങുന്നതിന്, കുഫറിൽ പെട്ടുപോകുന്നതിന് നീ വെറുക്കണം എന്ന് ലോകത്തിന്റെ നേതാവ് നബിയുനാ റസൂലുള്ളാഹി. കുഫറിൽ അകപ്പെടാൻ പാടില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ബർസീസയുടെ സംഭവം നമുക്കൊരു പാഠമായിരിക്കണം. നമ്മുടെ യുവമിഥുനങ്ങളിൽ നിന്ന് ഏത് രീതിയിലാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അവർ ദുനിയാവിന്റെ ആർഭാടങ്ങളിലാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കിക്കേ, പെൺകെട്ടിനൽപ്പം മുമ്പ് സ്കൂട്ടർ എടുക്കണം, പുറകിലിരുത്തിക്കൊണ്ട് ടൗണിൽ ചുറ്റണം. നമ്മുടെ യുവാക്കളുടെ ഒരു മോഹമാണ്. പെണ്ണ് കെട്ടുന്നതിന് മുമ്പ് എനിക്ക് എന്ത് ചെയ്യണം, ഒരു വണ്ടിയൊക്കെ എടുക്കണം, പെണ്ണിനെയൊക്കെ ഒന്ന് മുമ്പ് ഇരുത്തി, അല്ലെങ്കിൽ ബൈക്കാണെങ്കിൽ ബൈക്കിന്റെ പുറകിലിരുത്തി എനിക്കൊന്ന് ടൗണിലൊക്കെ ഒന്ന് ചുറ്റി നടക്കണം, എല്ലാവരും ഒന്ന് കാണണം എന്റെ പെണ്ണിനെ സൗന്ദര്യവതിയാണെന്നും അതുപോലെ എനിക്ക് ഇന്ന ഇത്ര ആഭരണങ്ങളൊക്കെ എനിക്ക് കിട്ടി. ഈ ചിന്തയെല്ലാം ഉണ്ടാകണം. ഇതാണ് ഇന്നത്തെ യുവാക്കളും യുവതികളുടെയും ഒക്കെ ചിന്ത. ഇങ്ങനെ വിലസ് നടക്കണം, ഇതുപോലുള്ള ചിന്തകളാണ്. അതുപോലെ എന്റെ പെണ്ണിനെയും കൊണ്ടൊന്ന് സിനിമയ്ക്ക് പോകണം, ഒന്ന് തിയേറ്ററിലൊക്കെ ഒന്ന് പോയി കറങ്ങി ഒന്ന് നല്ല രീതിയിൽ വരണം. ആർക്കും ചോദിക്കാൻ ഇന്ന് വകയില്ല. മാതാപിതാക്കൾ പോലും ചോദിക്കാൻ പറ്റൂല. ചോദിച്ചു പോയാൽ അവര് പുറത്ത്. എവിടെ പോയി? എന്റെ കൂട്ടുകാരന്റെ ഒരു ക്ഷണം ഉണ്ടായിരുന്നു, അങ്ങനെ പോയിരുന്നു, കൂട്ടുകാരന്റെ വീട്ടിൽ പോയിരുന്നു. ഇതാ മറുപടി. പോയത് എവിടെയാ? പെണ്ണിനെയും കൊണ്ട് സായം സന്ധ്യകളിൽ മറ്റ് അന്യപുരുഷന്മാരോടൊപ്പം കലരുന്ന രീതിയിലൂടെയുള്ള പ്രവർത്തനങ്ങളിലായി സഹോദരൻ ഒഴുകിക്കൊണ്ടിരിക്കുന്നതും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും. ചില സ്ഥലങ്ങളിൽ അതല്ല, ചില സ്ഥലങ്ങളിൽ തിരിച്ച് പെണ്ണിന്റെ ഉമ്മയ്ക്കും പോകണം ഈ യുവാവിന്റെ കൂടെ, ഈ യുവത്വമുള്ള ഈ യുവ മിഥുനങ്ങളോടൊപ്പം കറങ്ങാൻ, അല്ലെങ്കിൽ ശരിയാവൂല.
മഹാനായ തഴവാസ്താദാറുകൾ അതിനെക്കുറിച്ച് പറഞ്ഞു വരുന്നുണ്ട്. പതിവുണ്ട് ചില രാജ്യത്ത് കാണാൻ സിനിമയും, പോകുന്നു ഇവരോടൊത്ത് പെണ്ണിൻ്റെ ഉമ്മയും. കളി കണ്ട് കടയിൽ കയറ്റി മീൻ ബിരിയാണിയും, കൊടുക്കുമ്പോഴാമതിന്റെ പാട്ടമ്മായിയും. ഇവനാണ് എന്റെ മകൾക്ക് പറ്റിയ മാപ്പിള, സിനിമയ്ക്ക് കൂട്ടുവരുന്നു തിന്നാൻ ആപ്പിള. ചില സ്ഥലത്തതാ അമ്മായിയും കൂടെ കയറും. മോളെ ഞാനും കൂടെ വരട്ടെ ഇന്ന്, മോളെ കൂടെ. മരുമോനടുത്ത് പറയാൻ പറ്റൂലല്ലോ, എന്തായാലും അമ്മായിയും കൂടെ കയറും. എന്നിട്ട് മരുമോന്റെ പിറകെ ഇരുന്ന് അങ്ങനെ ചുറ്റി നടക്കും. ചുറ്റി നടന്ന് പല സ്ഥലത്തും പോകുന്നു. പതിവുണ്ട് ചില രാജ്യത്ത് കാണാൻ സിനിമയും, പോകുന്നു ഇവരോടൊത്ത് പെണ്ണിൻ്റെ ഉമ്മയും. സിനിമയൊക്കെ കണ്ട് അൽഹംദുലില്ലാഹ് നല്ല രസമായി. അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു ഹോട്ടലിൽ കയറ്റി നല്ല മീൻ ബിരിയാണിയൊക്കെ അങ്ങോട്ട് വാങ്ങിച്ചു കൊടുത്ത് തിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് ഇപ്പൊ കൊള്ളാം, ഇവനാണ് എന്റെ മകൾക്ക് പറ്റിയ മാപ്പിള, സിനിമയ്ക്ക് കൂട്ടുവരുന്നു തിന്നാൻ ആപ്പിള. കൊള്ളാം എന്റെ മരുമോൻ, അൽഹംദുലില്ലാഹ്. എന്റെ മോക്ക് പറ്റിയ മാരൻ തന്നെ. അതാ എന്റെ കൂടെ സിനിമയ്ക്ക് വരുന്നു, എന്നെയും കൂടെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നു. മാത്രമല്ല എനിക്ക് ഇഷ്ട ഭക്ഷണം വാങ്ങിത്തരുന്നു, അതുപോലെ തിന്നാൻ നല്ല നല്ല ആപ്പിള് അതുപോലുള്ളതൊക്കെ എനിക്ക് വാങ്ങിക്കൂട്ടി തരുന്നു. എനിക്ക് പറ്റിയ മരുമകൻ തന്നെ. അതുകൊണ്ട് എന്റെ യുവാക്കളെ, നമ്മുടെ സമയങ്ങൾ വളരെ വിലപ്പെട്ടതാണ്, വളരെ വിലപ്പെട്ടതാണ് നമ്മുടെ സമയം. മറന്നു പോകരുത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പില് നമ്മൾ ഓരോരുത്തരും പടച്ച തമ്പുരാനോട് നമ്മുടെ സമയങ്ങളെ സംബന്ധിച്ച് പടച്ച തമ്പുരാനോട് നമ്മൾ പറയണം കേട്ടോ. നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ പോകുമ്പോൾ അതാ ഓരോരുത്തരും പടച്ചവന്റെ മുമ്പിൽ നിന്നിട്ട് മറുപടി പറയുമ്പോ, നിന്റെ ആരോഗ്യം നീ എന്തിനു വേണ്ടി ചിലവഴിച്ചു, നിന്റെ സമ്പത്ത് നീ എന്തിനു വേണ്ടി ചിലവഴിച്ചു, ഇങ്ങനെ ഓരോന്നോരോന്ന് നമ്മളോട് ചോദിക്കപ്പെടുമ്പോൾ അല്ലാഹുവിനോട് നമുക്ക് മറുപടി പറയണം. അമ്മായിയെ കൊണ്ട് കറങ്ങാൻ പോയി എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയൂല. യുവാക്കളധികവും ഇന്ന് കുടിയന്മാരാ, അതിനാല് ഇണയും രാപ്പകൽ കണ്ണീരാ. രസമുള്ളതാ നീ നോക്കടി സ്വൽപ്പം കൂടി, തർക്കിച്ചു നിന്നാൽ മുടി പിടിച്ചാ പിന്നിടി. എന്റെ യുവാക്കൾ ഇന്ന് മദ്യമൊക്കെ സ്വപ്പം അങ്ങോട്ട് വാങ്ങിച്ച് കുടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരും. എന്നിട്ട് വീട്ടിലോട്ട് വന്ന് കയറും. എന്നിട്ട് എന്ത് ചെയ്യും? ഭാര്യ അടുത്ത് പറയും, രസമുള്ളതാണി നോക്കടി സ്വൽപ്പം കൂടി. നോക്കിക്കടി എന്ത് രസമെന്നറിയോ ഇതിന്റെ. ഇതൊന്ന് നുണഞ്ഞു നോക്കണം. ഒന്ന് നോക്കിക്കേ. തർക്കിച്ചു നിന്നാൽ മുടി പിടിച്ചാ പിന്നിടി. പാവം പെണ്ണുറയും മച്ചാ ഇതൊക്കെ തെറ്റല്ലേ, ഇതൊക്കെ ഹറാമല്ലേ, നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരൂലേ മച്ചാ എന്ന് പറഞ്ഞാല് അള്ളാഹിന്റെ മുമ്പിൽ എന്റെ മുമ്പിൽ നീ സമാധാനം പറഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് മുടിക്കൊണ്ടേ ഇങ്ങോട്ട് പിടിക്കും, ചെവറിലൊരൊറ്റ ഇടി. സുബ്ഹാനല്ലാഹ്. ഈ നൂറ്റാണ്ടിൽ ഇന്നിപ്പോ പുതുയുഗം, അമേരിക്കന്റെ ചില ഫാഷനുകൾ തെരഞ്ഞെടുത്തുകൊണ്ട് യുവമിഥുനങ്ങൾ അതേ ആ രീതിയിലൂടെ നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ വിനിയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു തമ്പുരാനാണ് സത്യം. ഈ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കള്ളുകുടി നടക്കുന്നത്. പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചതാണ്. നിങ്ങൾ വിചാരിക്കും തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് ഞങ്ങളെ കുറ്റം പറയുന്നോന്ന്. പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചതാണ് സഹോദര. ഈ ഉമ്മത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്തണം. നമ്മൾ നാളെ അല്ലാഹുവിന്റെ മുമ്പില്, പടച്ച തമ്പുരാന്റെ മുമ്പില് നമ്മൾ എന്താണ് മറുപടി പറയുക സഹോദരന്മാരെ? ഇന്റർനെറ്റിലൂടെയും അതേ ടെലിവിഷനിലൂടെയും ഒക്കെ നൂൽബന്ധം പോലും ഇല്ലാത്ത രീതിയിലുള്ള അശ്ലീല ചിത്രങ്ങൾ തിരയുന്ന യുവാക്കളെ, അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ എന്താണ് മറുപടി പറയുക?
ഈ ഇന്റർനെറ്റ് കഫേകൾ തിരയുന്ന ആ ഇന്റർനെറ്റ് കഫേകളിലൂടെ എത്രയോ ചീറ്റിംഗ് ആയിപ്പോയ സംഭവങ്ങൾ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചു. പ്രണയിച്ച് അവസാനം തന്റെ സർവ്വതും നഷ്ടപ്പെട്ട എത്രയോ യുവമിഥുനങ്ങളെ സംബന്ധിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മക്കളെയും നമ്മുടെ യുവാക്കളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാനായ ബിശ്ർ ബിൻ ഫദ്ൽ റഹ്മത്തുള്ളാഹി അലൈഹിയും കൂട്ടരും ഒരിക്കൽ ഒരു ഹജ്ജ് കർമ്മത്തിന് വേണ്ടിയിട്ട് മഹാനവറുകൾ പോവുകയാണ്. ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകുന്ന സന്ദർഭം ഇന്റർനെറ്റ് കഫേകളിൽ അശ്ലീല ചിത്രങ്ങൾ തിരയുന്നവർക്ക് ഇതൊരു പാഠമായി കൊള്ളട്ടെ. മഹാനായ ബിശ്ർ ബിൻ ഫദ്ൽ റഹ്മത്തുള്ളാഹി അലൈഹിയും കൂട്ടരും ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകുമ്പോൾ അവർ ഒരു വഴിയിൽ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കവേ അവിടെ എല്ലാവരും കൂടി ഇങ്ങനെ കൂടിയിരുന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്ത സന്ദർഭത്തിൽ അതിൽ ഒരാള് പറഞ്ഞു, നമ്മളിപ്പം വന്ന് വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങിയ ഈ സ്ഥലത്ത് വൈദ്യശാസ്ത്രത്തിൽ മികവ് നേടിയ 3 സ്ത്രീകളുണ്ട്. അതീവ സുന്ദരികളാണ്, കാണാൻ വലിയ സുന്ദരികളാണ്, പക്ഷെ വൈദ്യശാസ്ത്രത്തിൽ നിപുണതയുള്ള പെണ്ണുങ്ങളുമാണ് 3 സ്ത്രീകൾ. അപ്പൊ ഹജ്ജിന് വേണ്ടി പോകാൻ വേണ്ടി തയ്യാറെടുത്ത കുറച്ചു യുവാക്കളാണ്. മഹാനായ ബിശ്ർ ബിൻ ഫദ്ൽ റഹ്മത്തുള്ളാഹി അലൈഹിയും തന്നോടൊപ്പമുള്ളവരും. എന്തായാലും ശരി, അപ്പൊ അവർക്കൊരു ആഗ്രഹം, അപ്പൊ ഈ തിബില് ഈ വൈദ്യശാസ്ത്രത്തിൽ വളരെ നിപുണയായ ഈ പെണ്ണുങ്ങളെ ഒന്ന് കാണാൻ എന്താ വഴി, എന്തെങ്കിലും ഒരു വഴി വേണമല്ലോ. ഹജ്ജിന് വേണ്ടി പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരാണ്. ശൈത്താന്റേതായിരിക്കുന്ന ചില ചിന്തകൾ കടന്നുകൂടി. എന്തായാലും ശരി, ആ പെണ്ണിനെ കാണാനുള്ള ആ തിബില് വൈദ്യശാസ്ത്രത്തിൽ നിപുണതയുള്ള ആ സ്ത്രീകളെ കാണാൻ വേണ്ടിയിട്ട് അവരൊരു തന്ത്രം പ്രയോഗിക്കുന്നു. തറയിൽ കിടന്നൊരു ചീളുകാലിൽ പോറി വിഷം തീണ്ടി എന്ന് പറഞ്ഞു വീട്ടിൽ കയറി ഒരു ചീളെടുത്തു. തറയിൽ കിടന്ന ഒരു ചീളെടുത്തിട്ട് കാലിൽ വെച്ച് പൊന്തി രക്തം ഇങ്ങനെ ഒലിച്ചു. എല്ലാവരും കൂടി ഈ യുവാവിനെ എടുത്തുകൊണ്ട് ഈ വൈദ്യശാസ്ത്രത്തിന് മികവ് നേടിയ ഈ പെണ്ണുങ്ങളുടെ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി അതാ ഡോക്ടർ കടന്നു വരുന്നു. ഉടൻ തന്നെ വന്നൊരു പെണ്ണ് അകമിൽ നിന്ന് സുബ്ഹാന റബ്ബി കമർ പോലെങ്കുന്നു. വൈദ്യശാസ്ത്രത്തിൽ നിപുണതയാർന്ന 3 സ്ത്രീകൾ, ഒരു പെണ്ണകത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നു. ഡോക്ടറാണ്. ഈ രോഗിയെ ചികിത്സിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്നു. ഇവരെല്ലാവരും കൂടി ആ പെണ്ണിനെ നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, എന്തൊരു സൗന്ദര്യവതി, കമർ പോലെ ചന്ദ്രനെ പോലെ തിളങ്ങുന്നു. അങ്ങനത്തെ സൗന്ദര്യവതിയായ ഒരു പെണ്ണ്. ആ പെണ്ണ് വന്നു. ആ പെണ്ണിന് പിന്നെ ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമല്ല, തന്റെ രോഗിയെ ശ്രദ്ധിക്കല. ആ പെണ്ണ് വന്നിട്ട് ഈ യുവാവായ ഈ മനുഷ്യൻ, ഈ കാലിൽ ചീള് കൊണ്ടതായ ഈ മനുഷ്യന്റെ ആ കാല് പരിശോധിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ പെണ്ണിങ്ങനെ നോക്കിയിട്ട് എക്സ്റേ എടുക്കാൻ വേണ്ടി പറഞ്ഞില്ല. പിന്നെ പെണ്ണൊന്ന് നോക്കി, കാല് പിടിച്ചിട്ട് ഇങ്ങനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ചീളേറ്റ കാല് നോക്കിയെന്ന് പറഞ്ഞത് പാമ്പിന്റെ കടിയല്ലിവന് ചീള കൊണ്ടത്. ഇവര് ചെന്നിട്ട് പറയുകയാണ്, പാമ്പ് കടിച്ചിട്ട് ഞങ്ങൾ വന്നതാണ്. ഈ യുവാവടക്കം പറയുകയാണ്, ഈ പെണ്ണിനെ കാണാനുള്ള ഒരു തന്ത്രം, പാമ്പ് കടിച്ചിട്ട് വന്നതാണ്. ഈ പെണ്ണ് വന്നിട്ടതാ വൈദ്യശാസ്ത്രത്തിൽ നിപുണയായ ഈ പെണ്ണ് വന്നിട്ട് കാല് പിടിച്ചു നോക്കി, രക്തമെല്ലാം തുടച്ചു മാറ്റി. എന്നിട്ട് ഈ പെണ്ണ് പറഞ്ഞത് എന്താണ്? ചീളേറ്റ കാല് നോക്കിയെന്ന് പറഞ്ഞത് പാമ്പിന്റെ കടിയല്ലിവന് ചീള കൊണ്ടത്. ഇത് പാമ്പ് കടിച്ചതെന്ന് പറയുന്നത് ഇത് ചീള് കൊണ്ടതാണ്, ഒരു ചീള് കൊണ്ടതാണ്. പെണ്ണ് നോക്കിയിട്ട് പറഞ്ഞു, എക്സ്റേ എടുക്കാൻ പറഞ്ഞില്ല. ആ പെണ്ണിന്റെ വൈദ്യശാസ്ത്രത്തിലുള്ള ആ പെണ്ണിന്റെ കഴിവ്. ബിശ്ർ ബിൻ ഫദ്ൽ റഹ്മത്തുള്ളാഹി അലൈഹിയും കൂട്ടരും അത്ഭുതപ്പെട്ടു പോയി. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഇത് ചീള് കൊണ്ടതാണെന്ന്? ആരും പറഞ്ഞു കേട്ടില്ല, ആരും പറഞ്ഞതുമില്ല. എങ്ങനെ മനസ്സിലായി? അതേ, ആ പെണ്ണ് പറഞ്ഞു, ഇത് പാമ്പ് കടിച്ചതല്ല, പിന്നെയോ ഇത് ചീള് കൊണ്ടതാണ്. എന്നിട്ട് ആ പെണ്ണ് പറയുന്നു, ആൺപാമ്പ് മൂത്രമൊഴിച്ചതാണീ കൊള്ളിയും, വേവിച്ചു വിഷമത് കൊണ്ട് ജസതൊട്ടാകയും.
ഈ പെണ്ണ് പറയുകയാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ വിഷം കയറിയിട്ടുണ്ട് ഈ യുവാവിന്. കാരണം ആൺപാമ്പ് മൂത്രമൊഴിച്ച കൊള്ളിയാണ്. ആ കൊള്ളിയാണ് ഈ യുവാവിന്റെ കാലിൽ കൊണ്ടത്. ആൺപാമ്പ് മൂത്രമൊഴിച്ച കൊള്ളി, ആ ചീടെടുത്തിട്ടാണ് ഇദ്ദേഹം പോന്തിയിരിക്കുന്നത്. ആൺപാമ്പ് മൂത്രമൊഴിച്ച ആ ചീട് കൊണ്ട് പോറിയത് കൊണ്ട് തന്നെ അതിന്റെ വിഷമത ഈ മനുഷ്യന്റെ ശരീരത്തിൽ വ്യാപിച്ചുപോയി. ബിശ്റുബ്നു ഫദ്ൽ റഹ്മത്തുള്ളാഹി അലൈഹിയും കൂട്ടരും സ്തബ്ധരായി നിന്നുകൊണ്ട് ചോദിക്കുന്നു, എങ്ങനെ മനസ്സിലായി ചീട് കൊണ്ടതാണ് എന്ന്. അതേ, ഈ പെണ്ണ് പറയുകയാണ്, സൗന്ദര്യവതിയായ അതേ ഈ ഡോക്ടർ പറയുകയാണ്, അതിനുള്ള തെളിവെന്താണെന്നറിയോ? ഈ മനുഷ്യനിന് കൂടുതൽ ആയുസില്ല. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അതിന്റെ രശ്മി തട്ടുമ്പോൾ ഈ മനുഷ്യൻ അതാ വേർപിരിയുന്നതാണ്, ഈ യുവാവ് മരണമടയുന്നതാണ്. എല്ലാവരും അത്ഭുതത്തോടുകൂടി ആ യുവാവിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ആ യുവാവിനതാ ഭാവപ്പകർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നു. സൂര്യനതാ ഉദിക്കാറായ സമയം, സൂര്യനതാ ഉദിച്ചുകൊണ്ടിരിക്കുന്നു. അതാ ആ പെണ്ണ് പറഞ്ഞതുപോലെ തന്നെ ആ യുവാവതാ സൂര്യൻ ഉദിച്ച് അതിന്റെ കിരണങ്ങൾ അങ്ങോട്ട് ഭൂമിയിൽ പതിച്ചപ്പോൾ യുവാവതാ ഈ ലോകത്തോട് വിട പറയുന്നു. കൂട്ടുകാരും അത്ഭുതപ്പെട്ടുപോയി. എന്റെ സഹോദരാ, ഇവിടെ നമ്മളൊരു പാഠം പഠിച്ചോ? ഈ പെണ്ണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തഖ്വയുള്ള ആ പെണ്ണ് നോക്കിക്കേ, തിബ്ബില് വൈദ്യശാസ്ത്രത്തില് ആ പെണ്ണ് നേടിയ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മളൊന്ന് വിലയിരുത്തിക്കേ. ആ പെണ്ണ് എത്രയില്ലാതെ ആ പെണ്ണതാ ഒരൊറ്റ നോട്ടം കൊണ്ട് തന്നെ ആ രോഗിയുടെ രോഗമെന്തെന്ന് മനസ്സിലാക്കിയ പെണ്ണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ പെണ്ണിന് കൊടുത്ത കഴിവ്. പക്ഷേ ഇവിടെ വേറൊരു മറുവശം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ ഇതാ ഒരു പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് അള്ളാഹു നിഷിദ്ധമാക്കിയ ഒന്ന്, പടച്ച തമ്പുരാൻ ഹറാമെന്ന് പറഞ്ഞ ഒരു കാര്യം, അതാ ബിശ്റുബ്നു ഫദ്ൽ റഹ്മത്തുള്ളാഹി അലൈഹിയോടൊപ്പമുള്ള ആ യുവാവ് അതിനുവേണ്ടി തയ്യാറായപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഭാഗത്തു നിന്നുള്ള അതാ പരീക്ഷണം വന്നുപോയി. ഈ ലോകത്ത് നിന്ന് തന്നെ അദ്ദേഹത്തിന് യാത്ര പറയേണ്ടി വന്നു. കാണൽ ഹറാമാണെന്ന് ശറഅ് പറഞ്ഞത് പുറന്തള്ളിയത് കൊണ്ടോർക്ക് വന്ന് പിണഞ്ഞത്. അന്യ പെണ്ണിനെ കാണൽ ഹറാമെന്ന് ശറഅ് പറഞ്ഞു. അന്യ പെണ്ണിനോട് സംസാരിക്കൽ ഹറാമെന്ന് ശറഅ് പറഞ്ഞു. പക്ഷേ അത് കേൾക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ നോക്കിക്കേ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്ന തീരുമാനം നോക്കിക്കേ. ഇതുപോലെ എന്റെ സഹോദരന്മാരെ, ഇന്റർനെറ്റിലും അതുപോലെ ടെലിവിഷനിലുമൊക്കെ സമയങ്ങൾ കളഞ്ഞു വിളിക്കുമ്പോൾ, ശറഅ് അനുവദിക്കാത്ത കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞു നടക്കുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ തീരുമാനം എപ്പോഴാണ് വന്ന് പിടികൂടുക എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചോ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മുടെ സമയങ്ങൾ ചിലവഴിക്കാൻ നമ്മൾ തയ്യാറാകണം. അതല്ലെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ പരാജിതരായി പോകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, നാം അല്ലാഹുവിന്റെ ആ പവിത്രമായ ആ കോടതിയിൽ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് മറുപടി പറയാൻ കഴിയണം. അതുകൊണ്ട് നമ്മളെ സമയങ്ങൾ നമ്മൾ വെറും പാഴായ നിലയിൽ നമ്മൾ ചിലവഴിക്കരുത്. നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ആ ചോദ്യത്തിന് 4 ചോദ്യങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് ചോദിക്കപ്പെടും. ആ ചോദ്യത്തിന് മറുപടി കണ്ടെത്തി വേണം നമ്മൾ യാത്രയാകാൻ. നമ്മുടെ ആരോഗ്യം, അതുപോലെ തന്നെ നമ്മുടെ സമ്പത്ത്,
അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അൻ ഉംരിഹി ഫീമാ അഫ്നാൻ, നിന്റെ ആയുസ് നീ എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുന്നു. വ അൻ ഇൽമിഹി ഫീമാ ഫഅല, നിന്റേതായിരിക്കുന്ന അറിവ്, നിനക്ക് ഞാൻ തന്ന അറിവ്, ആ അറിവ് നീ എന്തിനു വേണ്ടി നീ വിനിയോഗിച്ചു എന്ന് ചോദിക്കുന്നു. വ അൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വ ഫീമാ അൻഫഖഹു, നിനക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്ന സമ്പത്ത്, ആ സമ്പത്ത് നീ എവിടെ നിന്നും എങ്ങനെ സമ്പാദിച്ചു, അത് ഏത് രീതിയിൽ നീ ചെലവഴിച്ചു. വ അൻ ജിസ്മിഹി ഫീമാ അബില, നിന്റെ യൗവനം, ആ യൗവനം നീ എങ്ങനെ ചെലവഴിച്ചു എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് ചോദിക്കപ്പെടും. ഈ ചോദ്യത്തിന് നാം ഓരോരുത്തരും മറുപടി കണ്ടെത്തുക. രാജസയ്യിദായ ഉടമസ്ഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ രീതിയിൽ മറുപടി പറയാൻ കഴിയുന്നവരായ നിലയിൽ മരിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കമ്മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വ കമ്മിൻ മരീദിൻ ആശ ദഹ്റൻ ഇല ദഹ്രി. എത്രയോ യുവാക്കളാണ്, എത്രയോ യുവ കോമളന്മാരാണ്, ഒരു രോഗവുമില്ല, ഒരു അസുഖവുമില്ല, നമ്മളിൽ നിന്ന് വേർപെട്ടുകൊണ്ടിരിക്കുന്നത്. വക്കമ്മിൻ മരീദിൻ ആശ ദഹ്റൻ ഇല ദഹ്രി. എത്രയോ രോഗികൾ ഒരു എന്റെ ആയുസ്സൊന്ന് പിരിഞ്ഞിരുന്നെങ്കിൽ, ഞാൻ ഈ ലോകത്തോടൊന്ന് വിട പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന എത്രയോ രോഗികളുണ്ട്. ആ ഒരു ഓർമ്മ നമുക്ക് വേണം. നമ്മുടെ ചുറ്റും എത്ര രോഗികളാ എന്റെ ആയുസ്സൊന്ന് പോയിരുന്നെങ്കിൽ, ഞാൻ ഈ ദുനിയാവിൽ നിന്നൊന്ന് വേർപിരിഞ്ഞെങ്കിൽ എന്നാഗ്രഹിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന എത്രയോ രോഗികളാണ്. എന്റെ സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തന്ന ഈ ആരോഗ്യം, ഒരുപാട് ഇതിനെ സംബന്ധിച്ച് ആ ഉഹദ് രണാങ്കണത്തിൽ തന്നെ നടന്ന സംഭവങ്ങളും ഇതൊക്കെ ഒരുപാട് ചരിത്ര സംഭവങ്ങളൊക്കെ നമുക്ക് പഠിക്കാനും പാഠം ഉൾക്കൊള്ളാനുമുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കുക, പാഠം ഉൾക്കൊള്ളുക. ആ ഉഹദ് രണാങ്കണത്തിൽ നമ്മുടെ സ്വഹാബികൾ, നമ്മുടെ മുന്നോറുകൾ അവരവരുടെ ആരോഗ്യത്തെ എന്തിനു വേണ്ടി ചെലവഴിച്ചു. മഹാനായ വലിയ പ്രമാണിയായിരുന്നു അബൂ തുൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു. ആ അബൂ തുൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്ത് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ എന്ന ആ ആയത്തിറങ്ങിയപ്പോൾ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒന്ന് അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കുന്നത് വരെ പരിപൂർണ്ണ മുഅ്മിനാവുകയില്ല എന്ന പവിത്രമായ ആ ആയത്തിറങ്ങിയപ്പോൾ തന്റെ സമ്പത്ത് മുഴുവനും, അതേ താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട തന്റെ ബൈറുവാവ് തോട്ടം പോലും ആ പവിത്രമായ ദീനിനു വേണ്ടി സംഭാവന ചെയ്യാൻ മുതിർന്ന മഹാനായ അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം, ഇതൊക്കെ നമുക്ക് ചരിത്രമാണ്, ഇതൊക്കെ നമുക്ക് പാഠമാണ്. ആ പാഠം ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവുക. അതുപോലെ നമ്മുടെ മുന്നോറുകളുടെ ചരിത്രങ്ങളും അവർ ഉൾക്കൊണ്ട ജീവിതങ്ങളും നമ്മൾ പഠിച്ച് നമ്മൾ യഥാർത്ഥ സത്യവിശ്വാസികളായി ജീവിക്കാൻ നാം ഓരോരുത്തരും യത്നിക്കുക. രാജസയ്യിദായ ഉടമസ്ഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം അവർക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.